ഓക്കെ, നമ്മൾ ഇന്ന് ചാർജബിൾ ഗെയിൻ CGT-യുടെ റിവിഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ അതിൽ നമുക്കറിയാം നോർമലി സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 100% ഷുവർ എന്ന് പറയാം സെക്ഷൻ ബിയിൽ ചാർജബിൾ ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരിക. അതിൽ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ ബിയിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ ആയിട്ട് റിലേറ്റ് ചെയ്ത ചാർജബിൾ ഗെയിൻ ക്വസ്റ്റ്യനും ഉണ്ടാവാം, അതുപോലെ തന്നെ കമ്പനി ആയിട്ട് കണക്ട് ചെയ്തും വരാം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് റിലേറ്റ് ചെയ്ത ചാർജബിൾ ഗെയിൻ ആയിരിക്കും. നോർമൽ കേസിൽ ചാർജബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡിവിജ്വൽസും കമ്പനീസും ആയിരിക്കും നോർമൽ കേസിലെ ചാർജബിൾ പേഴ്സൺ എന്ന് പറയുക. ചാർജബിൾ ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചാർജബിൾ ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അസറ്റ്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ നോർമൽ കേസിലെ ചാർജബിൾ ഡിസ്പോസൽ എന്നുള്ളതാണ്. അതിൽ കോമ്പൻസേഷൻ റിസീവ്ഡ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി എല്ലാ ഏരിയാസും നമുക്കറിയാം. തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്താൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്താൽ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോർമലി അറിയാവുന്നതാണ്. എക്സംപ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരു ഗ്രാൻഡ് മദറിന് ഡെത്ത് സംഭവിച്ചു, അതിന്റെ പേരിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു അസറ്റ് കിട്ടിയാൽ അത് നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്. ബട്ട് അറിഞ്ഞിരിക്കുക, അത് ഫ്യൂച്ചറിൽ നമ്മൾ സെയിൽ ചെയ്താൽ നോർമൽ കേസിൽ അത് ചാർജബിൾ ആയിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ചാരിറ്റിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ നോർമൽ കേസിൽ അത് എക്സംപ്റ്റ് ആയിരിക്കും. ചാർജബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എന്ത് അസറ്റ്സുകളും നമ്മൾ സെയിൽ ചെയ്താലും, ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ് വില്ല്, എന്ത് സെയിൽ ചെയ്താലും നോർമൽ കേസിൽ എക്സംപ്റ്റ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുക. ചാർജബിൾ എന്ന് തന്നെയാണ് പറയുക. ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ് വില്ല് എന്തായാലും അത് ചാർജബിൾ അസറ്റ്സുകൾ തന്നെയാണ്. ചാറ്റൽസിന്റെ കേസിലേക്ക് വരുമ്പോൾ സർട്ടൻ ചാറ്റൽസ് ചാർജബിളും സർട്ടൻ ചാറ്റൽസ് എക്സംപ്റ്റ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പം ചാറ്റൽസ് എന്താന്ന് നിങ്ങൾക്കറിയാം, ടാഞ്ചിബിൾ ആൻഡ് മൂവബിൾ അസറ്റ്സ് ആണ്. അതിൽ സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എക്സംപ്റ്റും, അതർ ചാറ്റൽസ് ചാർജബിൾ എന്നുള്ള കാറ്റഗറൈസിൽ വരും. എക്സംപ്റ്റ് അസറ്റ്സിൽ ഓർക്കുക, എപ്പോഴും നിങ്ങൾ തെറ്റാനുള്ള ചാൻസ് മോട്ടോർ കാർ ഓർക്കുക. മോട്ടോർ കാർ നമ്മളെ സംബന്ധിച്ച് CGT പോയിന്റ് ഓഫ് വ്യൂല് അത് എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാറ്റിന്റെ ഏരിയയിലും CGTയിൽ എക്സംപ്റ്റ് ആണെന്ന് കണ്ടു, വാറ്റിന്റെ ഏരിയയിലും നമുക്കറിയാം അത് എക്സംപ്റ്റ് ആണ്. ബട്ട് ISTയുടെ പോയിന്റ് ഓഫ് വ്യൂല് അത് ചാർജബിൾ ആണ് അല്ലെങ്കിൽ ടാക്സബിൾ ആണ്. തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചോണം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു മോട്ടോർ കാർ സെയിൽ ചെയ്താൽ അത് എക്സംപ്റ്റ് ആണ്. വാറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലും എക്സംപ്റ്റ് ആണ്. IST പോയിന്റ് ഓഫ് വ്യൂല് നമ്മളെ ഡെത്ത് എസ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അല്ലാതെയുള്ള സിറ്റുവേഷനിലൊക്കെ IST പോയിന്റ് ഓഫ് വ്യൂല് അത് ചാർജബിൾ ആയിരിക്കും അല്ലെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. മെയിൻ റെസിഡൻസ് നമുക്കറിയാം നോർമൽ കേസിൽ ഫുൾ ടൈം നമ്മൾ ഒക്യുപ്പൈഡ് ആണെങ്കിലാണ് ഫുള്ളി എക്സംപ്റ്റ് എന്ന് പറയുക. അല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് ചാർജബിൾ വരും. അത് ചാർജബിളിന് നമുക്ക് ചാർജബിൾ റിലീഫിന് നമുക്ക് വേണ്ടി PPR റിലീഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ ടൈം ഒക്യുപ്പൈഡ് ആണെങ്കിൽ മാത്രം എക്സംപ്റ്റ് എന്ന് ഓർക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഹെൽപ്പ് വിത്ത് ആൻ ISA. അതിൽ ISA സെയിൽ ചെയ്താൽ ക്വാളിഫൈങ് കോർപ്പറേറ്റ് ബോണ്ട്, ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റി, സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം സെയിൽ ചെയ്താൽ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രം ISAയും ഇൻട്രസ്റ്റ് ഫ്രം സേവിംഗ് സർട്ടിഫിക്കറ്റും, ഇതിന്റെ രണ്ടിന്റെയും കേസിൽ അത് നമ്മുടെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ എക്സംപ്റ്റ്. ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ISAയും ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം സേവിംഗ് സർട്ടിഫിക്കറ്റും ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ എക്സംപ്റ്റ് ആണ്. ബട്ട് നമ്മൾ നോർമൽ കേസിൽ ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റോക്ക്, ട്രഷറി സ്റ്റോക്കിൽ നിന്നും എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താൽ അത് അണ്ടർ ദ ഹെഡ് സേവിങ്സ് ഇൻകം ആണ്. ബട്ട് ഈ പറയുന്നത് എല്ലാം സെയിൽ ചെയ്താലും എക്സംപ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അതും കമ്പയർ ചെയ്ത് അറിഞ്ഞിരിക്കുക. ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് അതായത് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഇത്രേ പറഞ്ഞതുള്ളൂ. ഇൻട്രസ്റ്റിന്റെ പറഞ്ഞത് ഇപ്പൊ ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ഗിൽറ്റഡ്ജ് സെക്യൂരിറ്റി, 15% ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ഗവൺമെന്റ് സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ട്രഷറി സ്റ്റോക്ക്, ഇതെല്ലാം നോർമൽ കേസിൽ നമുക്ക് സേവിങ്സ് ഇൻകം ആണ്. ബട്ട് അതേസമയം ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം ISA അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നോർമൽ കേസിൽ എക്സംപ്റ്റ് ആണ്. ഇനി ഈ പറയുന്ന ഏത് ഷെയറുകൾ സെയിൽ ചെയ്താലും, ISAയിലെ ഷെയർ സെയിൽ ചെയ്താല്, സേവിംഗ് സർട്ടിഫിക്കറ്റിലെ ഷെയർ സെയിൽ ചെയ്താല്, ഇതെല്ലാം നോർമൽ കേസിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ സംബന്ധിച്ച് എക്സംപ്റ്റ് ആയിരിക്കുകയും ചെയ്യും.
ഡിസ്പോസലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നോർമൽ കേസിൽ സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ്. അതിൽ നിങ്ങൾക്കറിയാം അലൗബിൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ നമ്മൾ അലൗബിൾ സെല്ലിംഗ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതായത് വാല്യുവേഷൻ ഫീസ്, ഏജൻസി ഫീസ്, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, ലീഗൽ കോസ്റ്റ്. അപ്പം ഈ പറയുന്ന എല്ലാ കോസ്റ്റുകളും റിലേറ്റിംഗ് ടു സെയിൽസും റിലേറ്റിംഗ് ടു പർച്ചേസ്. പണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോഴും ഈ പറയുന്ന ഏജൻസി ഫീസും അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം റിലേറ്റിംഗ് ടു പർച്ചേസും റിലേറ്റിംഗ് ടു സെയിൽസും ഈ പറയുന്ന കോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. ദെൻ നെറ്റ് പ്രൊസീഡ്സ്, അതിൽ നിന്നും നമ്മൾ അലോബിൾ എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്ട് ചെയ്യാം. അത് ഞാനിപ്പോ ഈ പറഞ്ഞത് സെയിം തന്നെ റിപ്പീറ്റ് വരുന്നു. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്ട് ചെയ്യുന്നു. ഇൻസിഡന്റൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചറും നോർമൽ വേയിൽ നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. റിമൈനിങ്ങിനെ ചാർജബിൾ ഗെയിൻ ഓർ അലൗബിൾ ലോസ് എന്ന് പറയും. ഇനി എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചറിലേക്ക് അഡീഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമുക്ക് റിപ്പയേഴ്സ്, മെയിൻ്റനൻസ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇതുണ്ടോ. എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആർ അലൗബിൾ ബട്ട് സം ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ് കാറ്റഗറി. അതായത് സർട്ടൺ എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചർ, നോർമലി എല്ലാ എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചറും അലൗബിൾ ആണ്. ബട്ട് ഈ പറയുന്ന റിപ്പയേഴ്സോ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് CGT പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ പിന്നെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സിമിലർ വരുന്ന വേർഡ് റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന വേർഡുകളാണ് റീപ്ലേസ്, റീഡെക്കറേഷൻ, റീഡെക്കറേഷൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നാലും CGT പോയിന്റ് ഓഫ് വ്യൂ നോട്ട് അലൗ, ഡിഡക്ട് ചെയ്യാൻ പാടില്ല, ഇൻഡിക്കേറ്റ് 0. റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, റീപ്ലേസ്, റീഡെക്കറേഷൻ. അതേസമയം റിനോവേഷൻ തമ്മിൽ മാറിപ്പോകരുത്. റിനോവേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് അലൗഡ് ആണ്, ഡിഡക്ട് ചെയ്യാം. റിനോവേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അലൗഡ് ആണ്, ഡിഡക്ട് ചെയ്യാം. റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, റീപ്ലേസ്, റീഡെക്കറേഷൻ അത് അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അപ്പം എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ എടുത്തു പറയാൻ അതേ ഉള്ളൂ ആ ഒരു കാര്യങ്ങൾ. ഇനി എൻഹാൻസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഡിഡക്ട് ചെയ്ത് ചാർജബിൾ ഗെയിനും ലോസും ഒക്കെ അറൈസ് ആയി. ഈ ചാർജബിൾ ഗെയിൻ നമുക്ക് നെറ്റ് ചാർജബിൾ ഗെയിൻ എന്ന് പറയുന്നത് കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിനും കറന്റ് ഇയറിലെ ഒരു ലോസ്. അതായത് ഡ്യൂറിംഗ് ദി ഇയറിൽ നിങ്ങൾക്ക് 2 ഡിസ്പോസൽ ഉണ്ടെങ്കിൽ ഒന്ന് സെയിൽ ചെയ്യുമ്പോൾ ഒരു ഗെയിനും അനദർ സെയിൽ ചെയ്യുമ്പോൾ ഒരു ലോസും ആകാം. ഗെയിനും ലോസും കൂടെ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, നെറ്റ് ചാർജബിൾ ഗെയിൻ എന്ന് പറയുന്നു. ഇനി കറന്റ് ഇയറിൽ ചിലപ്പോൾ 2 ഗെയിനാണ്, 2 ഗെയിനും കൂടെ ആഡ് ചെയ്യുക. അതിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഡിഫറൻസുകളൊന്നും ഇല്ല. ഇനി നിങ്ങൾ നമുക്കറിയാം നോർമൽ കേസിൽ സെയിൽസ് പ്രൊസീഡ്സ് എടുക്കേണ്ടത് നോർമലി നമ്മൾ തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്കറിയാം നമ്മൾ സെയിൽ തേർഡ് പാർട്ടിക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എന്താണോ അതാണ് സെയിൽസ് പ്രൊസീഡ്സ് എടുക്കുക. അതേസമയം കണക്റ്റഡ് പാർട്ടിക്കാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാം. കണക്റ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ബ്രദർ, സിസ്റ്റർ, അല്ലെ, ഫാദർ, മദർ, അല്ലെങ്കിൽ കസിൻ, ഫ്രണ്ട്, അങ്ങനെ കണക്റ്റഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എടുക്കണം. കണക്റ്റഡ് പാർട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എടുക്കണം. ഇനി അപ്പൊ നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് എന്തെടുക്കുക, മാർക്കറ്റ് വാല്യൂ എടുക്കുക. ആ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകം പറയാനുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണക്റ്റഡ് പാർട്ടിക്ക്, ഈ കണക്റ്റഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കണക്റ്റഡ് പാർട്ടി ആണെങ്കിലും അവർക്ക് സ്പെഷ്യൽ റൂൾ ആണ് നിങ്ങൾക്കറിയാം. അതിലേക്ക് ഇതുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. കണക്റ്റഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സ്പെഷ്യൽ റൂൾ ആണ് നിങ്ങൾക്കറിയാം. അത് നോ ഗെയിൻ നോ ലോസ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഈ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നോർമൽ കേസിൽ നിങ്ങൾ കണക്റ്റഡ് പാർട്ടിക്ക് ഒരു ഡിസ്പോസൽ നടത്തി, നിങ്ങളുടെ ബ്രദറിനോ സിസ്റ്ററിനോ ഒരു ഡിസ്പോസൽ നടത്തി, എന്നിട്ട് നിങ്ങൾക്കൊരു ക്യാപിറ്റൽ ലോസ് അറൈസ് ആയെങ്കിൽ, ബ്രദറിനോ സിസ്റ്ററിനോ ഒരു സെയിൽ നടത്തി അതുവഴി നിങ്ങൾക്കൊരു ലോസ് അറൈസ് ആയെങ്കിൽ ആ ലോസ് ഈ സെയിം കണക്റ്റഡ് പാർട്ടിക്ക് ഫ്യൂച്ചറിൽ ഈ സെയിം കണക്റ്റഡ് പാർട്ടി ആയിട്ട് ഒരു ഗെയിൻ അറൈസ് ആയെങ്കിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാവുള്ളൂ. ഈ വർഷം ഞാൻ എൻ്റെ ബ്രദറിന് ഒരു ഡിസ്പോസൽ നടത്തി, എനിക്കൊരു ക്യാപിറ്റൽ ലോസ് അറൈസ് ആയി. വേറെ ഒരു ഡിസ്പോസൽ നടത്തി എനിക്ക് ഓൾറെഡി ഒരു ചാർജബിൾ ഗെയിൻ അറൈസ് ആയിരുന്നു. പക്ഷെ ഈ ഗെയിനും ലോസും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ കണക്റ്റഡ് പാർട്ടിക്ക് സെയിൽ നടത്തിയ ഒരു ലോസ് വന്നു. ഈ ലോസ് എന്തേ ചെയ്യാൻ പാടുള്ളൂ, ഫ്യൂച്ചറിലെ ഈ സെയിം കണക്റ്റഡ് പാർട്ടി ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്ന് അതിലൊരു ഗെയിൻ അറൈസ് ആയെങ്കിൽ മാത്രമേ ഈ ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ.
നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. During the tax year, M made the following disposal of assets: sold a painting 10,000 which she bought for 2,000 in February. നമുക്കറിയാം ഒരു പെയിന്റിംഗ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് പെയിന്റിംഗ് സെയിൽ ചെയ്തത് മോർ ദാൻ 6,000-നും ദെൻ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തത് ലെസ് ദാൻ 6,000-നും ആണ്. റീകാൽക്കുലേറ്റ് ചെയ്യണം, മിസ്റ്റേക്ക് ഉണ്ട്. Then less than 6,000 ആണ്. നമുക്കറിയാം പർച്ചേസ് വാല്യൂ മോർ ദാൻ 6,000-നും സെയിൽ വാല്യൂ ലെസ് ദാൻ 6,000 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നാണ് പഠിച്ചിരിക്കുന്നത്? ലോവർ ഓഫ് നോർമൽ കാൽക്കുലേഷൻ ഓർ 5/3 ഇൻറ്റു ഗ്രോസ് പ്രൊസീഡ്സ് മൈനസ് 6,000. അങ്ങനെ വേണം ചാർജബിൾ ഗെയിൻ അല്ലെ. നമുക്കറിയാം ഇതൊരു നോൺ വേസ്റ്റിംഗ് ചാർട്ടിലാണ്. ഒരു നോൺ വേസ്റ്റിംഗ് ചാർട്ടില് പർച്ചേസ് കോസ്റ്റ് ലെസ് ദാൻ 6,000-ഉം സെയിൽ വാല്യൂ മോർ ദാൻ 6,000-ഉം ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ലോവർ ഓഫ് ചെയ്ത് നോക്കിയേ. ലോവർ ഓഫ് നോർമൽ കാൽക്കുലേഷൻ എ 5,000 മൈനസ് 2,000. Then B ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ whichever is lower വേണം എടുക്കാൻ. Then B 5/3 into gross proceeds, that is 10,000 minus 6,000. നമുക്കറിയാം ഇവിടെ നോർമൽ കാൽക്കുലേഷൻ 6,000-ഉം അതുപോലെ തന്നെ നമ്മുടെ 5/3 into gross proceeds minus 6,000 എന്ന് പറഞ്ഞാൽ നമുക്ക് 6,667-ഉം വന്നു. whichever is lower എന്ന് പറയുമ്പോൾ 6,667 ആണ്. ഇനി നെക്സ്റ്റ് കേസ്, ഗീവ് എ നെക്ലേസ് ടു ഹർ സിസ്റ്റർ. സിസ്റ്റർ എന്ന് കാണുമ്പോൾ അറിഞ്ഞിരിക്കുക ദാറ്റ് ഇസ് എ കണക്റ്റഡ് പാർട്ടിയാണ്. ദ നെക്ലേസ് വാസ് വർത്ത് 3,000 and she had bought it on 7,000 in January. ഇപ്പോഴത്തെ ആ നെക്ലേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3,000 ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3,000 ആണ്. ദെൻ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ 7,000 ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നോർമൽ കേസിൽ സോൾഡ് അറ്റ് ലോസ് ആണ്. നമുക്കറിയാം ഡീംഡ് പ്രൊസീഡ്സ്, പ്രൊസീഡ് വാല്യൂ 3,000 ആണെങ്കിലും നമ്മൾ നോർമൽ കേസിൽ എടുക്കേണ്ടത് 6,000 മൈനസ് 7,000 ആണ്. സോ ദെയർഫോർ അലോവബിൾ ലോസ് 1,000. അലോവബിൾ ലോസ് 1,000. അപ്പൊ ഇവിടെ സിസ്റ്ററുമായിട്ട് സെയിൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ കണക്റ്റഡ് പാർട്ടിയായിട്ട് നടത്തിയിരിക്കുന്ന ലോസ് ആയതുകൊണ്ട് ഈ ഗെയിനുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഓപ്ഷനിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ ഇവിടെ ഒരു 1,000 ലോസ്, നിങ്ങൾ നോർമൽ കേസിൽ 1,000-ഉം 6,667 കൊണ്ട് സെറ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ ആൻസർ ഓപ്ഷനിലുണ്ട്. പറഞ്ഞിരിക്കുക ഒരു കണക്റ്റഡ് പാർട്ടിയായിട്ട് ഒരു ഡിസ്പോസൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലോസ് അതർ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. സോ ദെയർഫോർ ചാർജബിൾ ഗെയിൻ 6,667. ഏത് പോയിന്റ് കിട്ടാത്ത? കണക്റ്റഡ് പാർട്ടിയുടെ ലാസ്റ്റത്തെ പറഞ്ഞത് കണക്റ്റഡ് പാർട്ടി ആയിട്ടായിരുന്നു ട്രാൻസാക്ഷൻ നടത്തിയത്. കണക്റ്റഡ് പാർട്ടി ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തിയത് മാർക്കറ്റ് വാല്യൂ 3,000, ആ സമയത്തെ വാല്യൂ 3,000 എന്ന് പറഞ്ഞു. പക്ഷെ ലോസ് നമുക്കറിയാം ഓൾറെഡി ലോസിന് സെയിൽ ചെയ്താൽ ഡീംഡ് പ്രൊസീഡ്സ് 6,000 എടുക്കണം എന്ന റൂള്. സോ അതുകൊണ്ട് 6,000 മൈനസ് കോസ്റ്റ് 7,000.
സോ ദെയർഫോർ അലൗബിൾ ലോസ് 1000. ബട്ട് ഇത് സിസ്റ്ററിന് സെയിൽ ചെയ്ത വഴി വന്നിരിക്കുന്ന ലോസ് ആണ്. അതുകൊണ്ട് ഈ ഗെയിനുമായിട്ട് ഇവിടെ ഒരു ഗെയിൻ ഉണ്ട് നമുക്ക് ഡ്യൂറിംഗ് ദി ഇയറിൽ ഒരു 6667 ഉണ്ട്. സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. സിസ്റ്ററിന് സെയിൽ ചെയ്തിട്ട് വന്നിരിക്കുന്ന ലോസ് ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല. കണക്റ്റഡ് പാർട്ടിക്ക് വന്നിരിക്കുന്ന ലോസ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ആ സെയിം കണക്റ്റഡ് പാർട്ടി ആയിട്ടുള്ള ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവൂ. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കണക്റ്റഡ് പാർട്ടി ആയതുകൊണ്ട്. ഇവിടെ ഇപ്പൊ വേറെ റൂളാ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതല്ല. നമുക്കറിയാം നോർമൽ കേസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡിസ്പോസൽ നടത്തി ഡ്യൂറിംഗ് ദി ഇയറിൽ നമ്മൾ ഒരു ഡിസ്പോസൽ നടത്തിയിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഒരു ഷെയർ സെയിൽ ചെയ്തു. ഷെയർ സെയിൽ ചെയ്തതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 9 പൗണ്ട് ആണ്. ബട്ട് നിങ്ങൾക്കൊരു ക്യാഷ് എമർജൻസി വന്നു. ക്യാഷ് എമർജൻസി വന്നതുകൊണ്ട് നിങ്ങളത് 7 പൗണ്ടിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്തു. 7 പൗണ്ടിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്തു. അപ്പൊ നമുക്കറിയാം നോർമൽ കേസിൽ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്യുവാണെങ്കിൽ തേർഡ് പാർട്ടിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻ. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയാ ക്വിക്ക് എമർജൻസി വന്നു, അല്ലെ ക്യാഷ് എമർജൻസി വന്നു, ക്വിക്ക് സെയിൽ നടത്തി എന്നൊക്കെയാ ക്വസ്റ്റ്യനിൽ പറയാം. അപ്പം അങ്ങനെ നടത്തുമ്പോഴത്തെ പ്രൊസീഡ് വാല്യൂ ഏതെടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഓർക്കുക, നമ്മൾ നോർമൽ കേസിൽ എപ്പോഴും അങ്ങനെ തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തു, ക്വസ്റ്റ്യനിൽ ഒരു ക്വിക്ക് എമർജൻസി വന്നു, ക്യാഷ് എമർജൻസി വന്നു, ഇമ്മീഡിയറ്റ് സെയിൽ ഒക്കെ നടത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ എത്രയ്ക്കാണോ നമ്മൾ സെയിൽ ചെയ്തേ ആ സെയിൽ വാല്യൂ എടുത്താൽ മതി, മാർക്കറ്റ് വാല്യൂ എടുക്കണമെന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തതെങ്കിൽ തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്യാഷ് എമർജൻസി വന്നു, മാർക്കറ്റിൽ 9 ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാർഗെയിൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല, കിട്ടിയ വിലയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യും അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനല്ല സെയിൽ ചെയ്തേ എന്ന് പറഞ്ഞെങ്കിലും പ്രൊസീഡ് വാല്യൂ എത്രയാ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാർക്കറ്റ് വാല്യൂ അല്ല എടുക്കേണ്ടത്, ആക്ച്വലി നിങ്ങൾ എത്രയ്ക്കാണോ സെയിൽ ചെയ്തേ ആ ഒരു വാല്യൂ തന്നെ നിങ്ങൾക്ക് പ്രൊസീഡ് വാല്യൂ ആയിട്ട് എടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. കറന്റ് ഇയറിലെ നിങ്ങളുടെ ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 6000 ആണ്. നമുക്ക് AEA 6000 ഡിഡക്ട് ചെയ്യാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ബാലൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുക, ടാക്സബിൾ ഗെയിൻ എന്ന് പറയും. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കറന്റ് ഇയറിൽ ഒരു അസറ്റ് സെയിൽ ചെയ്ത ഒരു ലോസും അതുപോലെ തന്നെ കറന്റ് ഇയറിൽ ഒരു അസറ്റ് സെയിൽ ചെയ്ത ഒരു ഗെയിനും വന്നെങ്കിൽ നമ്മൾ AEA പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നോർമൽ കേസിൽ കറന്റ് ഇയറിലെ ഗെയിനും ലോസും തമ്മിൽ അങ്ങ് സെറ്റ് ഓഫ് ചെയ്യും, AEA പ്രിസർവ് ചെയ്യുന്നില്ല. ബട്ട് ഓർക്കുക, പ്രീവിയസ് ഇയറിൽ നിന്നും ഒരു ക്യാപിറ്റൽ ലോസ് വന്നെങ്കിൽ നമ്മൾ കറന്റ് ഇയറിലെ ഗെയിനും ലോസും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്ത് AEAയും ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാലൻസ് എന്തെങ്കിലും ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കറന്റ് ഇയറിൽ ഒരു ചാർജബിൾ ഗെയിൻ 11,000 ഉണ്ട്. ദെൻ പ്രീവിയസ് ഇയർ ഒരു ക്യാപിറ്റൽ ലോസ് 9,000 ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്ന കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിൻ എന്ന് പറയുന്നത് 11,000. സ്ക്രീൻ കാണാലോ അല്ലെ. കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിൻ എന്ന് പറയുന്നത് 11,000 ആണ്. ഇതിൽ നിന്നും നമ്മൾ AEA ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് 6000 ഡിഡക്ട് ചെയ്യണം. ദെൻ അതിനുശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം 6000 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് 5,000 ഉള്ളൂ. സോ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് ബാലൻസേ നമുക്ക് ഡിഡക്ട് ചെയ്യാവൂ. അത് പ്രത്യേകം ഓർത്തിരുന്നേക്കുക. Therefore taxable gain is 0. ബാലൻസ് ഇവിടെ അൺറിലീവ്ഡ് ലോസ് ഉണ്ട്, അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം കറന്റ് ഇയറിലെ ഗെയിനും കറന്റ് ഇയറിലെ ലോസും ആണെങ്കിൽ AEA പ്രിസർവ് ചെയ്യേണ്ട. പ്രീവിയസ് ഇയറിൽ ഒരു ക്യാപിറ്റൽ ലോസ് വന്നെങ്കിൽ AEA പ്രിസർവ് ചെയ്യണം, മറക്കരുത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കേസ്, കറന്റ് ഇയറിലെ ഒരു ട്രേഡ് ലോസും പ്രീവിയസ് ഇയറിലെ ഒരു ക്യാപിറ്റൽ ലോസും വന്നാൽ നമുക്കറിയാം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കറന്റ് ഇയറിലെ ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനാണ്. ഇനി കറന്റ് ഇയറിലെ ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ
AEയെ പ്രിസർവ് ചെയ്യണം എന്ന് റൂൾ ഇല്ല. കറന്റ് ഇയറിലെ ട്രേഡ് ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ AEയെ പ്രിസർവ് ചെയ്യണം എന്ന് റൂൾ ഇല്ല. നമുക്ക് നോർമൽ കേസിൽ ആദ്യമേ ചാർജബിൾ ഗെയിനിൽ നിന്ന് ട്രേഡ് ലോസ് ഡയറക്ട്ലി ഡിഡക്ട് ചെയ്യാം. പിന്നെ ട്രേഡ് ലോസ് ഡിഡക്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ട്രേഡ് ലോസ് എന്തുമാത്രം സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ളതിനൊരു റൂൾ ഉണ്ട്. എങ്ങനെയായിരുന്നു? ലോവർ ഓഫ് അല്ലെ ട്രേഡ് ലോസ് മൈനസ് ജനറൽ ഇൻകം ഓർ നെറ്റ് ചാർജബിൾ ഗെയിൻ മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ്. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അല്ലാണ്ട് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. AEയുടെ കേസിലും പ്രത്യേകിച്ച് പ്രിസർവ് ചെയ്യണ്ട എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് മിക്സപ്പ് ചെയ്ത് നമ്മുടെ ട്രേഡ് ലോസിന്റെ കാര്യം കൂടെ പറഞ്ഞു വരുക. കാരണം ഇതിൽ കണക്ട് ചെയ്ത ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങളൊരു സോൾ ട്രേഡർ ആണെങ്കിൽ നോർമൽ കേസിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് ലോസ് അറൈസ് ആയാൽ നോർമലി നമ്മൾ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്ന ഒരു ഓർഡർ? കറന്റ് ഇയറിലെ ടോട്ടലിംഗുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ കറന്റ് ഇയറിലെ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ പ്രീവിയസ് ഇയറിലെ ട്രേഡ് ടോട്ടലിംഗുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ പ്രീവിയസ് ഇയറിലെ ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ദെൻ ഫ്യൂച്ചറിലെ ട്രേഡ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ഇതാണ് ഒരു നോർമൽ വേയിലുള്ള ഒരു ഓർഡർ. അതായത് നമ്മൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ നോർമൽ വേയിലുള്ള ഒരു ഓർഡർ. ഇനി ഇവിടെ നമുക്കറിയാം, അവിടെ ഞാൻ ഒരു അഡീഷണൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദി ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ, ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ നോർമൽ കേസിൽ അതിനെ പേഴ്സണൽ അലവൻസ് ആക്കും. ലോസ് സെറ്റ് ഓഫ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ബട്ട് അവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, നമുക്ക് ഡ്യൂറിങ് ദി ഇയറിൽ ഒരു ചാർജബിൾ ഗെയിൻ ഉണ്ട്. ഈ വർഷം ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് എത്ര സ്മോൾ ഫിഗർ ആണെങ്കിലും, ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് എത്ര സ്മോൾ ഫിഗർ ആയാലും അവിടെ ലോസ് സെറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ ഏതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് വരാൻ പറ്റൂ? ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വരാൻ പറ്റൂ. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ അതിനെ പേഴ്സണൽ അലവൻസ് ആക്കിക്കൊള്ളാനാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്ന ട്രേഡ് ലോസ് ചാർജബിൾ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വരണമെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ടോട്ടൽ ഇൻകം ദെൻ ലെസ് ടോട്ടൽ ഇൻകം ലെസ് ട്രേഡ് ലോസ്, സ്മോൾ ഫിഗർ ആണെങ്കിലും ട്രേഡ് ലോസ് അവിടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഏതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാവൂ? ചാർജബിൾ ഗെയിനിലേക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 51, കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 51 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കപ്ലാൻ റിവിഷൻ കിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51. Sally has been in trading as a sole trader for many years. In the year ended 31st March 24, she made a trading loss of 45,000. Sally's only other source of income is property income, 8,000 each tax year. In the tax year 23-24, Sally realized a chargeable gain of 32,000 on the sale of necklace and a capital loss of 4,000 on the sale of painting. She has a capital loss brought forward 18,000. നമുക്കിവിടെ ഒരു ട്രേഡ് ലോസ്, ഈ വർഷം ഒരു ട്രേഡ് ലോസ് അറൈസ് ആയിട്ടുണ്ട്. 45,000 ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ട്രേഡ് ലോസ്. ദെൻ അതുപോലെ ഈ വർഷം ഒരു പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്, 8,000 ആണ്. പ്രോപ്പർട്ടി ഇൻകത്തിന്റെ എമൗണ്ട് ആക്ച്വലി ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണ്. ദെൻ ഈ വർഷം ഒരു ചാർജബിൾ ഗെയിൻ ഉണ്ട്, 32,000 ചാർജബിൾ ഗെയിനും. ഈ വർഷം ഒരു ക്യാപിറ്റൽ ലോസ് 6,000 ഉണ്ട്. ഡൗട്ട് ഉണ്ടാർക്കില്ല? അപ്പം അത് കഴിഞ്ഞ് നമ്മളോട് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 18,000 ആണ്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ഇതിങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ട്രേഡിംഗ് ലോസ് ദാറ്റ് സാലി ഓഫ്സെറ്റ് അഗൈൻസ്റ്റ് ചാർജബിൾ ഗെയിൻ എന്ന ചാർജബിൾ ഗെയിനുമായിട്ട് എന്തുമാത്രം സെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കരുതിയ, ഫസ്റ്റ് നമുക്കറിയാം നമുക്ക് ഒരു ട്രേഡ് ലോസ്, നമ്മുടെ ബിസിനസ്സിൽ ഒരു ട്രേഡ് ലോസ് വന്നാൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് സെറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ടാണ്. പക്ഷെ ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണ്.
അപ്പം ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണ്. സോ ലെസ് ദാൻ പേഴ്സണൽ അലവൻസ് ആണെങ്കിൽ നോർമൽ വേയിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യില്ല. ബട്ട് ഇവിടുത്തെ ഈ ഒരു കേസിൽ ചാർജബിൾ ഗെയിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പോകണം, അതുകൊണ്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നു. സോ ഹെഡിങ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരാം. കമ്പ്യൂട്ടേഷൻ ഓഫ്, ആദ്യമേ നമുക്കറിയാം ഒരു ട്രേഡ് ലോസ് ഉണ്ടെങ്കിൽ ടാക്സബിൾ ഇൻകം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. ഇത്രയും ഡീറ്റെയിൽ നിങ്ങളുടെ MCQന് വേണ്ടി ചെയ്യേണ്ടത് കൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഡീറ്റെയിൽ പോകണമെന്നേ ഉള്ളൂ. സോ ടോട്ടൽ ഇൻകം നമുക്കറിയാം നോർമലി നിങ്ങൾക്ക് ആകെ ഒരു പ്രോപ്പർട്ടി ഇൻകം ഉള്ളൂ, ദാറ്റ് ഈസ് 8,000 ആണ്. ദെൻ ലെസ് ട്രേഡ് ലോസ് ചെയ്തു, ലെസ് 8,000. therefore taxable income, പിന്നെ ഇവിടെ പേഴ്സണൽ അലവൻസ് ഒന്നും ഡിഡക്ട് ചെയ്യാനില്ല, ടാക്സബിൾ ഇൻകം 0 ആയിരിക്കും. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിനിലേക്ക് വന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിൻ, അതിൽ വരുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗെയിനിൽ വരുമ്പോൾ നെറ്റ് ചാർജബിൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറന്റ് ഇയറിലെ ഒരു ഗെയിനും ലോസും ഉണ്ടെങ്കിൽ അത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നെറ്റ് ചാർജബിൾ ഗെയിൻ എന്ന് പറയുക. സോ ദാറ്റ് ഈസ് 32,000 മൈനസ് കറന്റ് ഇയറിലെ ക്യാപിറ്റൽ ലോസ്, ദാറ്റ് ഈസ് 4,000. സോ നെറ്റ് ചാർജബിൾ ഗെയിൻ ഈസ് 28,000 ലെസ് നമുക്കറിയാം ട്രേഡ് ലോസ് എന്നാണ്. ട്രേഡ് ലോസ് എന്ന് പറയുമ്പോഴും അവിടെ ലോവർ ഓഫ് trade loss minus general income, that is 45,000 minus general income, that is 8,000. 45,000 minus 8,000 എന്ന് പറഞ്ഞാൽ നമുക്ക് 37,000 വരും. Then next line നമുക്കറിയാം net chargeable gain എന്ന് പറയുന്നത് 28,000 ആണ്. 28,000 മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് എന്നാണ്. പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ 18,000 ആണ്. therefore 10,000. ഈ രണ്ട് ഫിഗറിലെയും ലോവർ ഏതാണോ അതേ നമുക്ക് എന്തായിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ലോസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ആക്ച്വലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് ചാർജബിൾ ഗെയിനുമായിട്ട് ട്രേഡ് ലോസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മുടെ ആൻസർ എത്തി, ഏതാ 10,000 ആണ് നമുക്ക് ട്രേഡ് ലോസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാവുന്നത്. ഇത്രയും റിക്വയർമെന്റ് ചോദിച്ചിരുന്നുള്ളൂ, ബട്ട് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കറിയാം നമ്മൾ നോർമൽ കേസിൽ AEA എന്ന് പറയുന്നത് നമുക്കറിയാം 6,000 ആണ്. നമുക്കിനി പ്രീവിയസ് ഇയറിൽ ഒരു ക്യാപിറ്റൽ ലോസ് ഉണ്ട്. എവിടെ ഇപ്പൊ ഇത്രയും സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാലൻസ് 12,000 ആണ്. നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക 12,000. ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് 12,000. ഞാൻ പറഞ്ഞു റിക്വയർമെന്റ് ആക്ച്വലി ചോദിച്ചിരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ട്രേഡ് ലോസ് എന്തുമാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് 18,000 നിന്ന് 6,000 ഡിഡക്ട് ചെയ്ത് 12,000 ആണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്ന എമൗണ്ട്. 10,000 കിട്ടിയത് നമുക്ക് നോർമലി ചാർജബിൾ ഗെയിനിൽ നിന്ന് ട്രേഡ് ലോസ് ഡിഡക്ട് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ഓഫ്, ഇങ്ങനെയാണ് റൂള്, ട്രേഡ് ലോസ് ദാറ്റ് ഈസ് ഹിയർ 45,000 മൈനസ് ടോട്ടൽ ഇൻകം ദാറ്റ് ഈസ് 8,000. ദെൻ അത് B എന്ന് പറയുന്നത് നെറ്റ് ചാർജബിൾ ഗെയിൻ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്നു. കറന്റ് ഇയറിലെ ഗെയിനും കറന്റ് ഇയറിലെ ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് നെറ്റ് ചാർജബിൾ ഗെയിൻ 28,000 മൈനസ് പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ്, 18,000. സോ ഈ രണ്ട് ഫിഗറിലെയും ലോവർ എടുക്കണം എന്നാണ് റൂള്. സോ ഹിയർ 10,000 കിട്ടിയോ? മാം, കണക്റ്റഡ് പാർട്ടി ഗെയിൻ നമുക്ക് എല്ലാം ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാലോ അല്ലേ? കണക്റ്റഡ് പാർട്ടി ഗെയിൻ എന്ന് പറയുമ്പോൾ വേറെ ലോസ് ഉണ്ടെങ്കിലോ? അതെ, അത് പറ്റും, അത് കുഴപ്പമില്ല. ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ.
ദെൻ നമുക്കറിയാം ബാലൻസ് നമ്മൾ ടാക്സബിൾ ഗെയിൻ, ദെൻ CGT പേയബിൾ നമുക്കറിയാം ഡിഫറെന്റ് റേറ്റ്സ് അനുസരിച്ച് CGT പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നോർമൽ അസറ്റ്സുകൾ ആണെങ്കിൽ 10ഉം 20%, അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ചെയ്യുക 18ഉം 28%ഉം ആണ്. നോർമൽ അസറ്റ്സ് 10ഉം 20ഉം, ദെൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ 18ഉം 28%ഉം ആണ്. ഇനി നമുക്കറിയാം CGT ലയബിലിറ്റി കാൽക്കുലേഷൻ ജനറലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 അസറ്റ്സുകൾ ഡ്യൂറിങ് ദി ഇയറിലുണ്ട്. ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും ഒരു അതർ അസറ്റും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ നിന്നായിരിക്കണം. കാരണം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ റേറ്റ് ഹൈ, സോ അവിടുന്ന് ആയിരിക്കണം. AEAയും അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി ഫസ്റ്റ് ഡിഡക്ട് ചെയ്യുക റെസിഡൻഷ്യലിൽ നിന്നായിരിക്കുക. അപ്പം എന്നിട്ട് മാത്രം ആദ്യമേ റെസിഡൻഷ്യലിന് റേറ്റ് അപ്ലൈ ചെയ്യുന്നു, ബാലൻസ് നമ്മൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ അതർ അസറ്റ്സിനും അപ്ലൈ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പോലെ ഇടുക. നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അതിനുശേഷം ഞാൻ സപ്പോർട്ട് ചെയ്യാം. തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. CGT ലയബിലിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പെയിന്റിംഗ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. ദെൻ അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നിങ്ങൾ സെയിൽ ചെയ്തു 17,000. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി 17,000. ട്രേഡിംഗ് ഇൻകം 35,000. ദെൻ അതുപോലെ തന്നെ പേഴ്സണൽ പെൻഷൻ that is 4,000. ഇതാണ് ക്വസ്റ്റ്യൻ. തന്നെ എല്ലാവരും CGT ലയബിലിറ്റി കണ്ടുപിടിച്ചേ. പെയിന്റിംഗ് 20,000, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി 17,000, ട്രേഡിംഗ് ഇൻകം 35,000, പേഴ്സണൽ പെൻഷൻ 4,000. കാൽക്കുലേറ്റ് CGT ലയബിലിറ്റി. മാം ആദ്യത്തെ രണ്ടെണ്ണം ചാർജബിൾ ഗെയിൻ അല്ലേ? ആ 2 എമൗണ്ട് ചാർജബിൾ ഗെയിൻ ആണ്. യെസ് മാം പേഴ്സണൽ പെൻഷൻ ഗ്രോസ് ആണോ നെറ്റ് ആണോ? ഒന്നും പറഞ്ഞില്ല അതിന്റെ മീനിങ് നെറ്റ് എന്ന്. ഗ്രോസ് ആണ് എടുത്ത് പറയും, ഒന്നും പറഞ്ഞില്ല അതിന്റെ മീനിങ് നെറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ പറയുള്ളൂ. ആൽബി ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്തേ.
എല്ലാവർക്കും ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. കിട്ടിയവര് ഞാൻ ഓൾറെഡി പറഞ്ഞു റെസിഡൻഷ്യൽ എന്നും അതേഴ്സ് എന്നും 2 ഹെഡിങ് നമ്മൾ കൊടുക്കും. ഓക്കെ മെറിൻ കറക്റ്റ്, നാജിഫ് കറക്റ്റ്. റെസിഡൻഷ്യൽ ആൻഡ് അതേഴ്സ്. ദെൻ റെസിഡൻഷ്യൽ നമുക്കറിയാം ഓൾറെഡി റെസിഡൻഷ്യലിന്റെ വാല്യൂ 17,000ഉം ദെൻ അതേഴ്സ് പെയിന്റിംഗ് ആണ്, പെയിന്റിങ്ങിന്റെ വാല്യൂ 20,000ഉം. നമുക്കറിയാം AEA ആദ്യം ഏതിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം? റെസിഡൻഷ്യലിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം എന്നാണ്. സോ ദെയർഫോർ ബാലൻസ് ഈസ് 17,000 മൈനസ് 6,000, 11,000ഉം മറ്റത് 20,000ഉം ആണ്. ഇനി നമുക്കറിയാം ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ 35,000 ആണ് ട്രേഡിംഗ് ഇൻകം, ലെസ് 12,570. ടാക്സബിൾ ഇൻകം 22,430 ആണ്. ദെൻ നമ്മുടെ ബേസിക് റേറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി 37,700 ആണ്, പ്ലസ് അതിന്റെ കൂടെ 5,000ഉം കൂടെ, കാരണം 4,000 നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. സോ ദെയർഫോർ 42,700. സോ ലോവർ റേറ്റ് അപ്ലൈ ചെയ്യാവുന്നത് 42,700 ബേസിക് മൈനസ് ടാക്സബിൾ ഇൻകം 22,430. ദാറ്റ് മീൻസ് 20,270 വരെ നമുക്ക് ലോവർ റേറ്റ് അപ്ലൈ ചെയ്യാം എന്നാണ് മീനിങ്. ഇനി CGT ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യമേ നമ്മൾ റെസിഡൻഷ്യലിന് കൊടുക്കുന്നു. റെസിഡൻഷ്യൽ പക്ഷെ ഓർക്കുക, നിങ്ങൾക്ക് ആകെ 11,000 റെസിഡൻഷ്യൽ ഉള്ളൂ. സോ 11,000ന് നിങ്ങൾ 18%, റെസിഡൻഷ്യലിന്റെ ലോവർ റേറ്റ് 18 ആണ്. സോ 18% കൊടുക്കുന്നു. ഇനി അതേഴ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ലോവർ റേറ്റ് കൊടുക്കാവുന്ന നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. 20,270ക്കാണ് ലോവർ റേറ്റ് കൊടുക്കാവുന്നത്. അതിൽ 11,000 നിങ്ങൾ റെസിഡൻഷ്യലിന് കൊടുത്തു കഴിഞ്ഞു. സോ ബാലൻസ് നിങ്ങൾക്ക് 9,270ക്കും കൂടെ ലോവർ റേറ്റ് കൊടുക്കാം. അതേഴ്സിന്റെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. സോ ദെയർഫോർ ഇൻറ്റു 10%. ഓക്കെ, I'll be correct. Then ഇനി നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ അതേഴ്സിന്റെ ഹെഡിൽ വരുന്നത് 20,000 ആണ്. അതിൽ നമ്മൾ ഓൾറെഡി 9,270ക്ക് പേ ചെയ്ത് കഴിഞ്ഞു. ബാലൻസിന് ഹൈ റേറ്റ് ആയ 20%. സോ ടോട്ടൽ വരുന്ന CGT ലയബിലിറ്റി എന്ന് പറയുന്നത് 5,053 ആയിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്ന CGT ലയബിലിറ്റി. CGT ലയബിലിറ്റി കാൽക്കുലേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. റെസിഡൻഷ്യലും അതേഴ്സും ഉണ്ടെങ്കിൽ ആദ്യം റെസിഡൻഷ്യലിൽ നിന്ന് AEAയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ലോസും സെറ്റ് ഓഫ് ചെയ്ത് പോകും. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാം നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന കേസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നോർമൽ കേസിൽ നിങ്ങൾ സെൽഫ് അസസ്മെന്റ് ഇൻഡിവിജ്വൽ ഒക്കെ കാര്യങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ടാക്സ് ഇയർ എന്ന് പറയുന്നത് 23-24 ആണ് ടാക്സ് ഇയർ എന്ന് പറയുന്നത്. സോ 23-24 ടാക്സ് ഇയറിൽ എന്തെങ്കിലും ഡിസ്പോസൽ നടന്നാൽ അത് പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31 ജാനുവരി 25. 23-24 ടാക്സ് ഇയറിൽ എന്തെങ്കിലും ഡിസ്പോസൽ നടന്നെങ്കിൽ നോർമലി അതിന്റെ CGT ലയബിലിറ്റി പേ ചെയ്യേണ്ടതും ടാക്സ് അതോറിറ്റിനെ ഇൻഫോം ചെയ്യേണ്ടതൊക്കെ ഡേറ്റ് എന്ന് പറയുന്നത് 31 ജാനുവരി 25 ആണ്. ഇനി പറയാൻ പോണ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ ഡ്യൂറിംഗ് ദി ഇയറിൽ 23-24 ടാക്സ് ഇയറിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് സെയിൽ ചെയ്തതെങ്കിൽ ആ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നിങ്ങൾ വിത്തിൻ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്നാണോ സെയിൽ ചെയ്തേ ആ ഡേറ്റിൽ നിന്നും വിത്തിൻ 60 ഡേയ്സ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ HMRCനെ ഇൻഫോം ചെയ്യുകയും 60 ഡേയ്സിൽ തന്നെ അത് പേ ചെയ്യുകയും ചെയ്യണം. വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ HMRCനെ ഇൻഫോം ചെയ്ത് അന്ന് ആ 60 ഡേയ്സ് ആകുന്ന ഡേറ്റിൽ നിങ്ങൾ അതിന്റെ CGT ലയബിലിറ്റി, ഏതിന്റെ, ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ CGT ലയബിലിറ്റി പേ ചെയ്യുകയും ചെയ്യണം. അതായത് 19th ഓഗസ്റ്റ് 24ലാണ്
നിങ്ങളൊരു ഡിസ്പോസൽ നടത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ നോർമലി നമുക്കറിയാം ഓഗസ്റ്റ്, സോ സെപ്റ്റംബർ, ഒക്ടോബർ, സോ 18th October 24 ആകുമ്പോൾ വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾ HMRCനെ ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ റിവിഷൻ കിറ്റിലെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ ആണ്, സോഫ്റ്റ് കോപ്പി നമ്പർ 428. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. What is the payment date for capital gain tax payable on the disposal of residential property on 28th March 24? 28th March 24 നടന്നിരിക്കുന്ന ഡിസ്പോസൽ എന്നായിരിക്കാം അതിന്റെ CGT ലയബിലിറ്റി നിങ്ങൾ പേ ചെയ്യേണ്ടതെന്ന്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു വിത്തിൻ 60 ഡേയ്സിനുള്ളിലാണെന്ന്. സോ മാർച്ച് ടു ഏപ്രിൽ, ഏപ്രിൽ ടു മെയ്, 27th May 24 നമ്മൾ ടാക്സ് അതോറിറ്റിനെ ഇൻഫോം ചെയ്തിരിക്കണം. ആൻഡ് CGT ലയബിലിറ്റി നമ്മൾ പേ ചെയ്തിരിക്കുകയും ചെയ്യും. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ നോർമൽ അസറ്റ്സിന്റെ ഡ്യൂ ഡേറ്റ് 31st January 25 ആണ്. ബട്ട് എങ്കിലും നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ വിത്തിൻ 60 ഡേയ്സ് എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. Then transfer between spouses and civil partners. നമുക്കറിയാം നോർമൽ കേസിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്താൽ നോ ഗെയിൻ നോ ലോസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ IST കണ്ടിരുന്നു. IST പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അത് സ്പൗസ് എക്സംഷൻ എന്ന് പറയും. CGT പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അത് നോ ഗെയിൻ നോ ലോസ് എന്നും പറയും. ഇനി CGT പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ടാക്സ് പ്ലാനിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ടാക്സ് സേവിങ് പഠിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ ബിയിലും കയറി വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ടാക്സ് സേവിങ് കണ്ടുപിടിക്കാൻ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ നോർമൽ കേസിൽ ചെയ്യുക AEA പ്ലസ് കറന്റ് ഇയർ ഓർ പ്രീവിയസ് ഇയർ ക്യാപിറ്റൽ ലോസ് ഇൻറ്റു 20 or 28% എന്നുള്ള രീതിയിൽ ചെയ്യുക. ദെൻ നമ്മൾ തൊട്ട് താഴെ നമുക്കറിയാം ഒരു എമൗണ്ട് ഇൻറ്റു 10% എന്നാണ്. എമൗണ്ട് കണ്ടുപിടിക്കാനും പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ലോവർ ഓഫ് എങ്ങനെയാ ടാക്സബിൾ ഗെയിൻ ഓർ ബേസിക് റേറ്റ് ലിമിറ്റ് മൈനസ് ടാക്സബിൾ ഇൻകം അല്ലെ. അപ്പം അതിലെ വിച്ചവർ ഈസ് ലോവർ വരുന്ന എമൗണ്ടിന് 10% കൊടുത്ത് ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ ടാക്സ് സേവിങ് കണ്ടുപിടിക്കുക. അതായിരിക്കും ഈസി. മറ്റേതാണെങ്കിൽ നമുക്കറിയാം നോർമലി ഹസ്ബൻഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അസറ്റ് എത്രയാണ്, അതിന്റെ നോർമൽ വേയിൽ ഒരു CGT ലയബിലിറ്റി കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം വീണ്ടും വൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും റിവൈസ്ഡ് CGT ലയബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കണം. അത് പക്ഷെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ച് തന്നെ ടാക്സ് സേവിങ് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കേസിൽ ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് പാർട്ട് ഡിസ്പോസലിലേക്ക് പോവുക. സോ ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പാർട്ട് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ അതും മിക്കവാറും MCQ ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ലാൻഡിന്റെ പാർട്ട് ഡിസ്പോസൽ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡ് ബൈ A പ്ലസ് B എന്നാണ്. ഇനി A എന്ന് പറയുന്നത് നമ്മളിപ്പം സെയിൽ ചെയ്ത ലാൻഡിന്റെ വാല്യൂ, B എന്ന് പറയുന്നത് റിമൈനിങ് ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാവുന്നതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ലാൻഡിന്റെ വാല്യൂവിന്റെ ഒക്കെ കൂടെ ലെവലിംഗ് കോസ്റ്റ് ഒക്കെ തരും. ലെവലിംഗ് കോസ്റ്റ് തരുവാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പാർട്ടായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ മാത്രം ലെവലിംഗ് കോസ്റ്റ് ആയിരിക്കും തരിക. അങ്ങനെ അതിന്റെ മാത്രം ലെവലിംഗ് കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരെ ആ ലെവലിംഗ് കോസ്റ്റ് അങ്ങ് ഡിഡക്ട് ചെയ്താൽ മതി. അതേസമയം ഒരു 10 hectare ലാൻഡ് നിങ്ങൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നു. ആ 10 hectare ലാൻഡ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ 15 hectare ഉണ്ട്. അതിലെ 10 hectare ലാൻഡ് ആണ് സെയിൽ ചെയ്യുന്നത്. ലെവലിംഗ് കോസ്റ്റ് തന്നിരിക്കുന്നത് 15 hectareന്റെയും ആണെങ്കിൽ, അതായത് ടോട്ടൽ ലാൻഡിന്റെയും ലെവലിംഗ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലെവലിംഗ് കോസ്റ്റിനെയും എങ്ങനെ അപ്പോർഷൻ ചെയ്യും? ഈ സെയിം ഇക്വേഷൻ വെച്ച് തന്നെ. അപ്പൊ കോസ്റ്റിനെ എങ്ങനെ അപ്പോർഷൻ ചെയ്യുമോ അതുപോലെ തന്നെ നമ്മളപ്പോ ആ കോസ്റ്റ് പ്ലസ് ലെവലിംഗ് കോസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് ഒന്നിച്ച് കോസ്റ്റ് ഇൻറ്റു A ഡിവൈഡ് ബൈ A പ്ലസ് B എന്ന് ചെയ്തു പോയാൽ മതി. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോർഷൻ ചെയ്യുന്ന കാര്യത്തില്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത്, നമുക്ക് ഞാൻ കോമ്പൻസേഷന്റെ കേസ് പറഞ്ഞു തന്നില്ലായിരുന്നു. കോമ്പൻസേഷന്റെ കേസിൽ അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു ഫയറോ ഫ്ലഡോ എന്തെങ്കിലുമൊക്കെ റൈസ് ആയി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ കിട്ടി. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയെങ്കിൽ
ആ കോമ്പൻസേഷൻ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി ആ കോമ്പൻസേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോഴും പറയാം നോർമലി ഇൻഷുറൻസ് കമ്പനി എല്ലാം എത്രയാണോ ഓൾറെഡി എക്സ്പെൻസ് വന്നിരിക്കുന്നത് അതിൽ കൂടുതലൊന്നും തരാറില്ല. ബട്ട് കൂടുതൽ തന്നാൽ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏത് ഗെയിനാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാർട്ട് ഡിസ്പോസലിന്റെ പോലെ തന്നെ കോമ്പൻസേഷൻ റിസീവ്ഡ് എന്നുള്ളതിനും ഈ സെയിം ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു. പാർട്ട് ഡിസ്പോസൽ ഓർ കോമ്പൻസേഷൻ റിസീവ്ഡിന്റെ കേസിനും ഈ സെയിം ഇക്വേഷൻ, അതായത് കോസ്റ്റ് ഇൻറ്റു എ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുന്നു. അതായത് ഇവിടുത്തെ എ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ്. ബി എന്ന് പറയുന്നത് നമ്മൾ നോർമലി റിമൈനിങ് ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്നാണ്. ബട്ട് ഇവിടുത്തെ കേസിൽ നമ്മളോട് റിമൈനിങ് അസറ്റിന്റെ വർത്ത് നിങ്ങൾക്ക് ഓൾറെഡി തരും. റിമൈനിങ് അസറ്റിന്റെ വർത്ത് എത്രയാണോ അത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തരും. അതായത് ഫയർ ഓർ ഫ്ലഡ് അറൈസ് ആയി കഴിയുമ്പോൾ കുറെ ലോസ്റ്റ് സംഭവിക്കും അല്ലെ, അതിന് ശേഷം ബാലൻസ് ഉള്ള അസറ്റിന്റെ വാല്യൂ എന്തുമാത്രമാണ് എന്ന് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ തരും. അതാണ് നമ്മൾ ബി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് എമൗണ്ട് ചാർജബിൾ ഗെയിൻ എടുക്കണം. നമ്മളവിടെ ഒരു എക്സാമ്പിൾ എഴുതി പോവുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അസറ്റിന്റെ കോസ്റ്റ്, നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 35,000 ആണ് എന്ന് അസ്യൂം ചെയ്യുക. 35,000. നിങ്ങളുടെ അസറ്റിന്മേൽ ഒരു ഫയറോ ഫ്ലഡോ എന്തെങ്കിലും എറൈസ് ആയി ഒരു ഡാമേജ് വന്നു. ഡാമേജ് വന്നു കഴിഞ്ഞിട്ട് റിമൈനിങ് അസറ്റിന്റെ വർത്ത്, അതായത് ഒരു യൂസ്ഫുൾ സ്റ്റേജിൽ റിമൈനിങ് അസറ്റിന്റെ വർത്ത് എന്ന് പറയുന്നത് 18,000 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ കിട്ടി. കോമ്പൻസേഷൻ കിട്ടിയത് 26,000 ആണെന്നും അസ്യൂം ചെയ്യും. നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കോമ്പൻസേഷൻ കിട്ടിയതിന്റെ ചാർജബിൾ ഗെയിൻ എത്രയാണ്. കോമ്പൻസേഷൻ കിട്ടിയതിന്റെ ചാർജബിൾ ഗെയിൻ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കോമ്പൻസേഷൻ റിസീവ് ചെയ്തതിന്റെ ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് മൈനസ് കോസ്റ്റ്. കോമ്പൻസേഷൻ റിസീവ്ഡ് that is 26,000 മൈനസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അറിയാം, കോസ്റ്റ് ഓൾറെഡി 35,000 ഇൻറ്റു എ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് ഡിവൈഡ് ബൈ എ കോമ്പൻസേഷൻ റിസീവ്ഡ് ബി റിമൈനിങ് അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ദാറ്റ് ഈസ് 18,000. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. $20,682 നിങ്ങൾക്ക് കോസ്റ്റ് വന്നു. സോ ബാലൻസ് 5,318 ആണ് നിങ്ങളുടെ ചാർജബിൾ ഗെയിൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പ്രത്യേകം ഓർത്തോളുക. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടി, ഫയർ ഓഫ് ഫ്ലഡ് റൈസ് ആയി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ ഒരു വേയിലായിരിക്കും നമ്മൾ ചാർജബിൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബേസ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ബേസ് കോസ്റ്റ്, അതായത് ബേസ് കോസ്റ്റ് എങ്ങനെയാ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഫയർ ഓർ ഫ്ലഡ് റൈസ് ആയി നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടി. ഈ കോമ്പൻസേഷൻ കിട്ടിയത് വെച്ച് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റിന്മേൽ റീപ്ലേസ്മെന്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഫ്യൂച്ചറിൽ ഇത് സെയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ആയിട്ട് എന്തുമാത്രം എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ കോമ്പൻസേഷൻ കിട്ടിയത് വെച്ച് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്തു, ദെൻ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യുമ്പോൾ ഈ അസറ്റിന്റെ കോസ്റ്റ് എത്രയാണ് എന്നായിരിക്കും റിക്വയർമെന്റ്. അങ്ങനെ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ പോലെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ബേസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് additional expense, cost plus additional expense minus compensation. Cost plus additional expense minus compensation. ഇതാണ് ബേസ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. Then അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ നിങ്ങൾ അവിടെ എഴുതുക. ഒരു അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് 14,000 എഴുതിക്കേ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റിന്റെ ആഡ് ഓൺ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡീഷണൽ എമൗണ്ട് സ്പെൻഡ്
additional amount spent, that is 18,000. Sorry, 14, not sorry, 14,000. Additional amount spent 14,000. So here base cost എന്ന് പറയുന്നത് നമുക്കറിയാം കോസ്റ്റ് ഓൾറെഡി 35 ആയിരുന്നു. Additional amount spent 14,000. Compensation received 26,000. Therefore, base cost is 23,000. Base cost is 23,000. ഫ്യൂച്ചറിൽ ഈ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് ആയിട്ട് ഏത് വാല്യൂ ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ബേസ് കോസ്റ്റ് എന്ന് പറയുന്നത് 14,000 ആയിരിക്കും ബേസ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. മാം പിന്നെ കപ്ലാനില് 150 ക്വസ്റ്റ്യനിൽ അതിൽ ക്യാരി ഫോർവേഡ് ബേസ് കോസ്റ്റ് ചോദിക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോ എങ്ങനെയാ ചെയ്യേണ്ടത്? ആ അതന്നെ അതെ. റെഫറല്ലേ? ആ അതിൽ ക്വസ്റ്റ്യനിൽ ക്യാരി ഫോർവേഡ് ബേസ് കോസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? 150. ഇതല്ലേ? ഇതിൽ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒരു പ്രത്യേകത, നിങ്ങളുടെ സ്റ്റഡി ഹബിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമാണ്, സ്റ്റഡി ഹബിലുള്ളതുമാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലല്ല, അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലിലാണ് ചെയ്യേണ്ടത്. അതിന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറയാനിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിന്റെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൽ പർച്ചേസ്ഡ് എ ഫ്രീ ഹോൾഡ് വെയർഹൗസ് ഓൺ 24th November 2018 for 52,000. On 30th June 23, the warehouse was destroyed in a fire. And 28th August 23, L received insurance proceeds 71,000 and spent 64,000 of the proceeds of the replacement of warehouse on 29th January 24. Assuming that as far as possible, L claims to defer any chargeable gain. Defer എന്ന വേർഡ് അവരെ കയറി വരാറുണ്ട്. അതുപോലെ റോൾ ചെയ്യാവുന്ന കേസ്, റോൾ ഓവർ എനി ചാർജബിൾ ഗെയിൻ arising in the tax year, calculate the carry forward base cost. ഇപ്പൊ ഡെഫർ എന്നോ ദെൻ അതുപോലെ റോൾ ചെയ്യാവുന്ന ചാർജബിൾ ഗെയിൻ എത്രയാണ്, അതിനുശേഷമുള്ള ബേസ് കോസ്റ്റ് എത്ര എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ റോൾ ഓവർ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. റോൾ ഓവർ റിലീഫ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ഫോർമാറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം സിമിലർ ആ ഒരു ഫോർമാറ്റ് പോലെ നിങ്ങൾ ഇതിനെ ചെയ്താൽ മതി. ഈ രണ്ട് വേർഡുകൾ ശ്രദ്ധിക്കാം: ഡെഫർ എനി ചാർജബിൾ ഗെയിൻ എന്നോ അതുപോലെ തന്നെ റോള് ചെയ്യുക എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ കേസിലാണെങ്കിൽ നമുക്കറിയാം കോമൺ നമ്മള് സെയിൽസ്, നമുക്കറിയാം റോൾ ഓവർ ലീഫിന്റെ നമ്മൾ ഫോർമാറ്റ് സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഗെയിന് ദെൻ ROR റിമൈനിങ് ചാർജബിൾ ഗെയിൻ അല്ലെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമുക്കറിയാം കോമ്പൻസേഷൻ റിസീവ്ഡ്, compensation received, compensation received amount എന്ന് പറയുന്നത് നമുക്കറിയാം 71,000 ആണ് compensation received എന്ന് പറയുന്നത്. then cost എന്ന് പറയുന്നത് ഓൾറെഡി 52,000 ആയിരുന്നു കോസ്റ്റ് എന്ന് പറയുന്നത്. then നിങ്ങൾക്ക് ഗെയിൻ കിട്ടി. then നമുക്കറിയാം നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ ROR റിമൈനിങ് ചാർജബിൾ ഗെയിൻ എന്ന് പറയും. ഈ ചാർജബിൾ ഗെയിൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോമ്പൻസേഷൻ റിസീവ്ഡ് മൈനസ് നമ്മള് കോസ്റ്റ്, നമ്മൾ ഓൾറെഡി പറയില്ലേ, മറ്റടുത്ത് പറയില്ലേ സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഓഫ് ഫസ്റ്റ് അസെറ്റ് ഓർ സെക്കൻഡ് അസെറ്റ് എന്നൊക്കെ. ഇവിടെ കോമ്പൻസേഷൻ റിസീവ്ഡ് മൈനസ് നമ്മൾ എന്തുമാത്രം കണ്ടോ, ഷീ സ്പെൻഡ് 64,000 റീപ്ലേസ്മെന്റ് അസറ്റിലേക്ക് 64,000 സ്പെൻഡ് ചെയ്തു. അപ്പം ബാലൻസ് ചാർജബിൾ ഗെയിൻ ആയി മാറും. 71,000 മൈനസ് 64,000 എഴുതി. സോ therefore 7,000 ഗെയിൻ നമ്മൾ ചാർജബിൾ ഗെയിൻ ആക്കി. 7,000 ഗെയിൻ ചാർജബിൾ ഗെയിൻ.
ദെൻ ROR എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറയുന്നത് ചാർജബിൾ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ROR എന്ന് പറഞ്ഞു. അപ്പം 12,000 ആണ് നമ്മുടെ ROR എന്ന് പറയുക. ഇനി കോസ്റ്റ് ഓഫ് സെക്കൻഡ് നമ്മൾ ബേസ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം RORന്റെ അവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് സെക്കൻഡ് അസറ്റ് മൈനസ് ROR എന്ന് പറയും. അപ്പൊ ഇവിടെ ഇപ്പം കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് അസറ്റ്, ഈ കേസിലാകുമ്പോൾ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് asset, cost of replacement asset. So here 64,000 minus ROR എന്ന് ചെയ്യുക. So ROR നിങ്ങൾക്കറിയാം ഇവിടെ 12,000. So base cost എന്ന് പറയുന്നത് 52,000. ഇങ്ങനെയായിരിക്കും ചെയ്യുക. ക്ലിയർ? ഇത് രണ്ട് രീതിയിലുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഡെഫർ എന്നോ ROR എന്നോ കണ്ടാൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുവാണ് ബെറ്റർ. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം അത്. റിവിഷൻ കിറ്റില് നിങ്ങളുടെ സെക്ഷൻ ബി ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ആലി ആൻഡ് ഗോമ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലും. നിങ്ങളൊരു ഷെയർ സെയിൽ ചെയ്തത് 5,900 അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ സെയിൽ ചെയ്തു 5,900. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4,200 ആണ്. ഇതിന്റെ ചാർജബിൾ ഗെയിൻ എത്രയാ? നിങ്ങളൊരു ഷെയർ ഉണ്ടായിരുന്നു, സെയിൽ ചെയ്തു 5,900, കോസ്റ്റ് 4,200. എനിക്ക് വേണ്ടത് ഇതിന്റെ ചാർജബിൾ ഗെയിൻ എത്രയാണ്? എത്രയായിരിക്കും? എക്സംപ്റ്റ് ആണോ? 0. ഓക്കെ, കറക്റ്റ്. ഓക്കെ, എക്സംപ്റ്റ് ആണോ? ഇത് എക്സംപ്റ്റ് ആണോ? അല്ല. അതെന്താ? ഷെയർസിന് ചാർജബിൾ ഗെയിൻ ഉണ്ടല്ലോ, ഷെയർ ഒരിക്കലും ചാറ്റൽ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ബോത്ത് ആർ ലെസ് ദാൻ 6,000 എന്ന് പറയുന്നത് ചാറ്റൽസിന്റെ കേസിലാണ്. ഷെയർ ഒരിക്കലും ചാറ്റൽ അല്ല. ഇവിടെ നോർമൽ വേയിൽ നിങ്ങൾക്ക് എന്ത് എറൈസ് ആകും? ചാർജബിൾ ഗെയിൻ എറൈസ് ആവും. 1,700 ചാർജബിൾ ഗെയിൻ നോർമൽ വേയിൽ എറൈസ് ആകും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഷെയർ ഒരിക്കലും ചാറ്റൽ അല്ല. ഓർക്കുക, നിങ്ങളെ തെറ്റിക്കാനായിട്ട് വരാവുന്നത് ഷെയർ കയറി വരാം, ലാൻഡ് കയറി വരാം, ബിൽഡിംഗ് കയറി വരാം. ഈ 3 ഐറ്റംസും ചാർട്ടൽ അല്ല. എത്ര സ്മോൾ വാല്യൂ ആണെങ്കിലും അത് ചാർജബിൾ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചാർട്ടിൽ നിങ്ങൾക്കറിയാം ടാഞ്ചിബിൾ ആൻഡ് മൂവബിൾ അസറ്റ്സിനെയാണ് നമ്മൾ നോർമൽ കേസിൽ ചാർട്ടിൽ എന്ന് പറയുക. ദെൻ ചാർട്ടിൽസിനെ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നോൺ വേസ്റ്റിംഗ് ചാർട്ടൽ ആൻഡ് വേസ്റ്റിംഗ് ചാർട്ടൽ. ദെൻ നോൺ വേസ്റ്റിംഗ് ചാർട്ടലിനെ മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് both are less than 6,000 ആണെങ്കിൽ exempt, both are more than 6,000 ആണെങ്കിൽ chargeable or normal way calculation, either bought or sold less than 6,000 ആണെങ്കിൽ അതിൽ sold at a gain ആണെങ്കിൽ normal calculation or 5/3 into നമ്മൾ മുമ്പ് ഒരു പെയിന്റിങ്ങിന്റെ വാല്യൂ അങ്ങനെ ചെയ്ത normal calculation or 5/3 into gross proceeds minus 6,000 sold at a loss ആണെങ്കിൽ deemed proceeds ആയിട്ട് 6,000 എടുക്കും. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. സോറി, നോർമൽ കാൽക്കുലേഷൻ ഓർ 5/3 into gross proceeds minus 6,000 ഇതിലെ whichever is lower എടുക്കുക. ഇനി ഞാൻ പറഞ്ഞു ഈ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ലോസിനാണെങ്കിൽ അവിടെ deemed proceeds 6,000. sold at a gainഉം sold at a lossഉം 2 വേയിലാണ്. sold at a gain ആണെങ്കിൽ lower of normal calculation or 5/3 into gross proceeds minus 6,000. ഇവിടെ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ തരിക നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും. നെറ്റ് പ്രൊസീഡ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നോർമൽ കാൽക്കുലേഷനിൽ കുഴപ്പമൊന്നുമില്ല, നെറ്റ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. ബട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ ഗ്രോസ് പ്രൊസീഡ്സ് എടുക്കണം. അതായത് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ പറയും 6,300 after deducting auctioneer's fees
700 എന്നൊക്കെ പറയും. 6,300 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓപ്ഷനേഴ്സ് ഫീസ്. അപ്പൊ പിന്നെ ഇവിടുത്തെ ഗ്രോസ് പ്രൊസീഡ്സ് ഏതാ? 6,300 പ്ലസ് 700, 7,000 ആയിരിക്കും ഗ്രോസ് പ്രൊസീഡ്സ് എന്ന് പറയും. സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഗ്രോസ് പ്രൊസീഡ്സ് എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഈ സോൾഡ് അറ്റ് എ ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡീംഡ് പ്രൊസീഡ്സ് 6,000 ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഈ ഡീംഡ് പ്രൊസീഡ്സ് എടുക്കുമ്പോഴും ഓർക്കുക, ഡീംഡ് പ്രൊസീഡ്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ വീണ്ടും അപ്പം നിങ്ങൾക്കറിയാം അലൗബിൾ സെല്ലിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ അലൗബിൾ പർച്ചേസ് കോസ്റ്റ് ഒക്കെ വന്നെങ്കിൽ അതെല്ലാം നോർമൽ വേയിൽ ഡിഡക്ട് ചെയ്യണം. ലോസ് ആണല്ലോ എന്ന് കരുതി ഡിഡക്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ, നിങ്ങൾ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കപ്ലാൻ റിവിഷൻ കിറ്റിലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Lim purchased an antique glass vase for 22,000 on 31st March 2008, incurring a legal fees of 800, and the market value of antique glass has since slumped, and Lim sold the vase for 5,500, incurring auctioneer's fees 300. നമുക്കറിയാം ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന 22,000 മോർ ദാൻ 6,000 സെയിൽ ചെയ്തിരിക്കുന്ന 5,500 ലെസ് ദാൻ 6,000 ബട്ട് എങ്കിലും സോൾഡ് അറ്റ് എ ലോസ് ആയതുകൊണ്ട് ഡീംഡ് പ്രൊസീഡ്സ് 6,000 എടുക്കണം എന്നാണ് റൂള്. ഇനി നിങ്ങളുടെ ഓൾറെഡി സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഓപ്ഷനേഴ്സ് ഫീസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓപ്ഷനേഴ്സ് ഫീസ് 300 ഡിഡക്ട് ചെയ്യണം. ദെൻ ഓൾറെഡി ഒരു പർച്ചേസ് കോസ്റ്റ് 22,000 വന്നിട്ടുണ്ട്, അതും ഡിഡക്ട് ചെയ്യണം. അതുപോലെ തന്നെ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ലീഗൽ ഫീസ് കയറി വന്നിട്ടുണ്ട്, അതും ഡിഡക്ട് ചെയ്യണം. ലോസ് ആണല്ലോ എന്ന് കരുതി ഡിഡക്ട് ചെയ്യാതിരിക്കരുത്. അലോബിൾ കോസ്റ്റുകൾ എല്ലാം ഡിഡക്ട് ചെയ്യാം. ലോസ് ഇൻക്രീസ് ആവും ശരി, ബട്ട് എങ്കിലും ലോസ് ഡിഡക്ട് സിറ്റുവേഷനിലും എല്ലാ കോസ്റ്റുകളും ഡിഡക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർക്കുക. സോ ദെയർഫോർ ലോസ് എമൗണ്ട് ഈസ് 1,700. Then wasting asset നമുക്കറിയാം മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ചാറ്റൽസ് നോട്ട് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് ആൻഡ് ചാറ്റൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. ചാറ്റൽസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അസറ്റ് യൂസ്ഡ് ഇൻ ട്രേഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ്. ഏതെങ്കിലും ഒരു അസറ്റ് നോട്ട് യൂസ്ഡ് ഇൻ ട്രേഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം CGT. അപ്പോൾ ട്രേഡ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു എന്ന് പറഞ്ഞാലാണ് എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസും. ട്രേഡ് പർപ്പസിന് യൂസ് ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല. ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ട്രേഡ് പർപ്പസിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം CGT സെയിൽ ചെയ്താൽ. ദെൻ അതുപോലെ തന്നെ എലിജിബിൾ ഫോർ ക്യാപിറ്റൽ അലവൻസ് ആണെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ പറയും സോൾഡ് അറ്റ് എ ഗെയിൻ എന്ന് പറയും. ബട്ട് സോൾഡ് അറ്റ് എ ഗെയിൻ എന്ന് പറയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെയും നമ്മൾ നോർമൽ കേസിൽ സെയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ് ലെസ് ദാൻ 6,000 ആണെങ്കിൽ, സെയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ് ലെസ് ദാൻ 6,000 ആണെങ്കിൽ നമ്മൾ ലോവർ ഓഫ് മറ്റേ അതേ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തോണം. ലോവർ ഓഫ് എ നോർമൽ കാൽക്കുലേഷൻ, then B 5/3 into gross proceeds minus 6,000 എന്നുള്ള റൂള് അപ്ലൈ ചെയ്യണം. ആ കാര്യം മറക്കരുത്. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ BPP റിവിഷൻ കിറ്റിലെ തായ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. BPP റിവിഷൻ കിറ്റിലെ തായ് ലിമിറ്റഡ് റിക്വയർമെന്റ് 230. തായ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സിനാരിയോ ആണ്. അതിൽ ഫുള്ള് നമ്മളിപ്പോ നോക്കുന്നില്ല, ഈ ഒരു പാർട്ട് മാത്രം. നോട്ട് നമ്പർ 3 വായിച്ചു നോക്കിയേ. നോട്ട് നമ്പർ 3. sold a piece of machinery that it had used in its trade എന്ന് പറഞ്ഞു. used in its trade. That means chattels machinery ആണ്. machinery used in trade എന്ന് പറയുമ്പോൾ chattels eligible for capital allowance വന്നു.
ഇനി സെയിൽ ചെയ്തിരിക്കുന്ന 9,000 ബട്ട് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,500 ആണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 6,000 ആണ്. ലെസ് ദാൻ 6,000 ആണ്. കോസ്റ്റ് ലെസ് ദാൻ 6,000 സെയിൽ വാല്യൂ മോർ ദാൻ 6,000 ആണെങ്കിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ലോവർ ഓഫ് എ 9,000 മൈനസ് 3,500 then B 5/3 into gross proceeds 9,000 minus 6,000 ചെയ്യും. ചെയ്ത് നോക്കിയേ. $5,500 5,000 വന്നു. നമുക്കറിയാം whichever is lower 5,000. ഇൻഡെക്സ്ഡ് കോസ്റ്റ് തന്നെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എടുത്താൽ മതി. പിന്നെ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോകണ്ട. ഇവര് വേണ്ട ഇൻഡെക്സ്ഡ് ബേസ് കോസ്റ്റ് അല്ല തന്നിരിക്കണേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും ചെയ്യണ്ടേ, കോസ്റ്റ് പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് വന്നാൽ പിന്നെ ഡയറക്റ്റ്ലി അത് എടുത്താൽ മതി. സോ whichever is lower നമുക്കറിയാം 5,000 ആയിരിക്കും ചാർജബിൾ ഗെയിൻ എന്ന് പറയും. Then അതർ വേസ്റ്റിംഗ് അസറ്റിന്റെ കേസിൽ നമുക്ക് അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അതിൽ വേറെ ഡിഫറൻസുകളൊന്നുമില്ല. കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, രജിസ്റ്റേർഡ് ഡിസൈൻ, ഇതൊക്കെയാണ് നമുക്ക് നോർമൽ കേസിൽ ഇതിൽ വരുന്നത്. അപ്പൊ അതില് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എന്നായിരിക്കും. കോസ്റ്റ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എന്നുള്ളതാണ് അതർ വേസ്റ്റിംഗ് അസറ്റ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ഷെയർ ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഓൾറെഡി തുടക്കത്തിലെ പറഞ്ഞതായിരുന്നു എന്തൊക്കെ സെയിൽ ചെയ്താലാണ് എക്സംഡ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഗിൽറ്റഡ് സെക്യൂരിറ്റി, ലോൺ നോട്ട്സ്, ISA ഇതൊക്കെ സെയിൽ ചെയ്താൽ എക്സംഡ് എന്ന് പറഞ്ഞു പോയ പോയിന്റുകളാണ്. ദെൻ ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂലും നമുക്കറിയാം കണക്റ്റഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വാല്യൂ എടുക്കണം. ദെൻ അതുപോലെ തന്നെ നോർമൽ വേയിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ നോർമൽ വാല്യൂ തന്നെ എടുത്തു പോകാം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കോട്ട് ചെയ്തിരിക്കുന്ന 2 പ്രൈസ്, അതിലെ ആവറേജ് ആണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 140 പെൻസും 160 പെൻസും തന്നിട്ടുണ്ടെങ്കിൽ 140 പ്ലസ് 160 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയായിരിക്കും നമ്മൾ നോർമൽ കേസിൽ ചെയ്യേണ്ടത്. അപ്പം ആവറേജ് ആയിരിക്കും പെർ ഷെയറിന്റെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ അടുത്തൊരു കേസ് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ്, അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെയിം ഡേ, ഫോളോയിങ് 30 days ആൻഡ് ഷെയർ പൂൾ എന്നുള്ള രീതിയിലാണ്. കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സെയിം ഡേ, പ്രീവിയസ് 9 days ആൻഡ് ഷെയർ പൂൾ എന്നാണ്. ഷെയർ പൂളും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നതാണ്. നമുക്കറിയാം നോർമൽ കേസിലെ നമ്പർ ആൻഡ് കോസ്റ്റ് 2 കോളംസ് വെച്ച് ഷെയർ പൂളും കണ്ടുപിടിക്കാം. ബോണസ് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിന്റെ കേസിലാണ് ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റിലും കുറഞ്ഞ വാല്യൂവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഡിഫറൻസുകളൊന്നും നമ്മുടെ ഈ കാൽക്കുലേഷനിലേക്ക് കയറി വരാനില്ല. ബോണസ് ഇഷ്യൂ ആകുമ്പോൾ നമ്പർ ഓഫ് ഷെയറിൽ മാത്രം ഇൻക്രീസ് ആവുന്നു, കോസ്റ്റിൽ ഇൻക്രീസ് ഇല്ല. റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ നമ്പർ ഓഫ് ഷെയറിലും കോസ്റ്റിലും ഇൻക്രീസ് വരുന്നുണ്ട്. ഇനി റീഓർഗനൈസേഷൻ ആൻഡ് ടേക്ക് ഓവേഴ്സിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ കമ്പനീനെ വേറൊരു കമ്പനി, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആണ്, നിങ്ങളുടെ കമ്പനീനെ വേറൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ അവർക്ക് കൺസിഡറേഷൻ ആയിട്ട് ക്യാഷും ഷെയറും കിട്ടാം. അതിനുള്ള എല്ലാ റൈറ്റും നിങ്ങൾക്കും ഉണ്ട്, നിങ്ങൾ ആ കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട്. അപ്പം ഓർത്തിരിക്കുക, കൺസിഡറേഷൻ ആയിട്ട് കിട്ടുന്നത് ക്യാഷും ഷെയറും ആണെങ്കിൽ ക്യാഷ് അറ്റ് ദ ടൈം ഓഫ് ടേക്ക് ഓവറിൽ തന്നെ ചാർജബിൾ ഗെയിൻ എറൈസ് ആവും. ഷെയർ ആണെങ്കിൽ ഷെയർ സെയിൽ ചെയ്തു എന്നെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ചാർജബിൾ ഗെയിൻ എറൈസ് ആവുന്നു. ക്യാഷിന്റെ കേസിൽ അറ്റ് ദ ടൈം ഓഫ് ടേക്ക് ഓവറിൽ തന്നെ ചാർജബിൾ ഗെയിൻ എറൈസ് ആവും. ഷെയറിന്റെ കേസിൽ ഞാൻ പറഞ്ഞു നോർമൽ കേസിൽ തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു? മാർക്കറ്റ് വാല്യൂയും കോസ്റ്റും വെച്ച് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്തെടുക്കുക. അതിൽ വേറെ കൺഫ്യൂഷനുകളൊന്നും ഇല്ല, നോർമൽ വേയിൽ ചെയ്ത് പോകാനേ ഉള്ളൂ.
ബിസിനസ് റിലീഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം BADR റിലീഫ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. BADR റിലീഫിന്റെ കേസിൽ മാം ഹലോ മാം, ടേക്ക് ഓവറിന്റെ സമയത്ത് നമുക്ക് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ AE കുറയ്ക്കാൻ പറ്റുമോ? ടാക്സിബിൾ ഗെയിൻ ആണോ ചോദിച്ചത്, അത് ചാർജബിൾ ഗെയിനോ? ചാർജബിൾ ഗെയിൻ. ചാർജബിൾ ഗെയിൻ ആണ്, പിന്നെ എന്തിനാ AE ഡിഡക്ട് ചെയ്യണേ? അല്ല സോറി ടാക്സിബിൾ ഗെയിൻ. ടാക്സിബിൾ ഗെയിൻ ആണ്. നമ്മൾ നോർമലി സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ് ഗെയിൻ കിട്ടി, ആ ഗെയിനിൽ നിന്ന് AE ഡിഡക്ട് ചെയ്യുന്ന ടാക്സിബിൾ ഗെയിൻ. യെസ്. വേറെ ഡ്യൂറിംഗ് ദി ഇയറിൽ നിനക്ക് വേറെ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം. വേറെ ഒരു ഗെയിനും ഇല്ല. ടാക്സിബിൾ ഗെയിൻ ചോദിച്ചാൽ നിനക്ക് AE ഡിഡക്ട് ചെയ്യാം. കിട്ടിയോ? ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്യാത്ത കേസ് കണ്ടിട്ടുണ്ട്. ഒരു ഏതാ? നമ്മളെ കപ്ലാൻ കിറ്റില് 173 ക്വസ്റ്റ്യനില്. സിനാരി ആണോ? ഇതില് സിനാരി ആണോ? മാം അതില് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ തോന്നുന്നു. ഏത് ക്ലൈന്റാ? അതില് അലോയ് എന്ന് പറഞ്ഞ ക്ലയന്റിന്റെ ഫസ്റ്റ് ഉള്ള. ഓൾറെഡി അവർ BADR യൂസ് ചെയ്യുന്ന പറഞ്ഞു, സോറി AE യൂസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നതാണോ? നിന്റെ ഡൗട്ട് തന്നെ റിക്വയർമെന്റ് ഒന്നുകൂടെ ഏതാ? മാം സെക്കൻഡ് വൺ. അലോയ് അല്ലേ? ബോണാ? അലോയുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ. ഓക്കെ. ഇവിടെ ചാർജബിൾ ഗെയിൻ അല്ലേ ചോദിച്ചിരിക്കണേ? നീ പറഞ്ഞേ ഇവിടെ ഓൾറെഡി AE ഡിഡക്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനില്. ഓക്കെ മാം, അത് ടാക്സിബിൾ ഗെയിൻ ഞാൻ AE എന്താ കുറയ്ക്കാത്തെന്ന് ആലോചിച്ചായിരുന്നു. ചാർജബിൾ അത് ഗെയിൻ തെറ്റിപ്പോയതാണ്. ഓക്കെ. മാം ഹലോ മാം, ആ ക്വസ്റ്റ്യനിൽ തന്നെ അത് ബിസിനസ് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ബിസിനസ് ഡിസ്പോസൽ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ? The following individuals met the following qualifying condition of BADR. Does not meet the conditions of BADR. Does not meet the condition of BADR. Full scenario നോക്കണം അല്ലേ? 15th October 23 unconnected. We can take over XPLC. Takeover share capital constructed of 100,000 share under the terms of takeover. Shareholders received either cash and 1 ordinary shares available regarding 3 shareholders. Incorporation of January, she accepted a managing director ആണ്. Then 1st January 2013 മുതൽ respective shareholding 60,000 ordinary share ഉണ്ട്. ഓൾറെഡി ഇവിടെ ഇവര് 2013 മുതലാണ് 60,000 ഷെയർസ് ഉണ്ട്. ടോട്ടൽ 100,000 അല്ലേ? സോ അലോയി ഓൾറെഡി BADR എലിജിബിൾ അല്ലേ? ഏത് ക്ലയന്റിന്റെ ഡൗട്ട്? അലോയുടെ തന്നെയാ ഡൗട്ട്. അതിൻ്റെ ഉള്ളില് നമ്മൾ മറ്റേ 5% ഷെയർസിന്റെ 5% പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിലെ വേണം. പിന്നെ നമുക്ക് 2 years ഹോൾഡിങ്ങിന്റെ പറയണം. എംപ്ലോയി ആയിട്ടും ഹോൾഡിങ്ങും 2 years വേണം. അത് നമ്മൾ ഈ കോർപ്പറേഷൻ നടന്നതിന്റെ ആണ് നോക്കാം, അതോ ഇവരുടെ ടേക്ക് ഓവറിന്റെ ആണ് നോക്കാം? ഇവര് ഓൾറെഡി ഈ കമ്പനിയിലെ 1st January 2013 മുതൽ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നതല്ലേ? അതെ. അപ്പോ 2 year ഓണർഷിപ്പ് ഇല്ലേ? ഞാൻ ചോദിച്ചത് ടേക്ക് ഓവറിന്റെ അല്ലല്ലോ നോക്കാം. വേണ്ട, മറ്റതിന്റെ തന്നെ നോക്കാം. ആ ഒരു പോയിന്റിലല്ലേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ? അതെ, ആ പോയിന്റ് ഡൗട്ട് ഉണ്ട്. BADR റിലീഫ് നമുക്കറിയാം. നോർമൽ കേസിൽ BADR റിലീഫ് എലിജിബിൾ ആകുന്നത് നോർമലി 10% ആണ്. അതായത് കണ്ടീഷൻ ഇതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഒരു അസറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നിങ്ങളുടെ ട്രേഡ്, സോൾ ട്രേഡിംഗ് ബിസിനസ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡ് സീസ് ചെയ്യണം. അപ്പം ട്രേഡ് സീസ് ചെയ്തിട്ട് നിങ്ങളുടെ അസറ്റ്സുകൾ വിത്തിൻ 3 year സെയിൽ ചെയ്യണം. നിങ്ങളുടെ ട്രേഡ് സീസ് ചെയ്തിട്ട് അതിലെ അസറ്റുകൾ
വിത്തിൻ 3 ഇയറിനുള്ളിൽ സെയിൽ ചെയ്താലാണ് BADR ലീഫ് കിട്ടുക. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, 2 ഇയർ ഓണർഷിപ്പ്. നിങ്ങളുടെ അസറ്റ് 2 ഇയർ ഓൺ ചെയ്യണം എന്നല്ല, സോൾ ട്രേഡിംഗ് ബിസിനസ് ഓർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് 2 ഇയർ ഓൺ ചെയ്യണം. അതുപോലെ തന്നെ ട്രേഡ് സീസ് ചെയ്തിട്ട് വിത്തിൻ 3 ഇയറിനുള്ളിൽ അസറ്റ്സുകൾ സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് നോർമൽ കേസിൽ BADR ലീഫ് എലിജിബിൾ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഇൻഡിവിജ്വലിന് ആളുടെ ലൈഫ് ടൈമിൽ 1 മില്യൺ വരെയുള്ള ഗെയിന് 10% ആയിരിക്കും. ഇനി ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി ആയിരിക്കാം. പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ മോർ ദാൻ 5% ഹോൾഡിംഗ് ഉണ്ടായിരിക്കാം. ദെൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ആ കമ്പനിയിലെ എംപ്ലോയി ആയിരിക്കുകയും ചെയ്യണം. ഇനി എംപ്ലോയി ആയിരിക്കുക എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം എങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെയും ഉണ്ട് ഒരു 2 ഇയർ ഓണർഷിപ്പ്. ഈ 2 ഇയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എംപ്ലോയി ആയിട്ടും 2 ഇയർ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ഓൺ ചെയ്തിട്ടും 2 ഇയർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക 2 ഇയർ ഓണർഷിപ്പിൽ. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്കറിയാം, അതായത് അസറ്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂലും നിങ്ങൾ എന്ന ഇൻഡിവിജ്വലിന് 1 മില്യൺ വരെയുള്ള ഗെയിനിന് ഓൾറെഡി 10% ടാക്സ് കൊടുത്താൽ മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡ്യൂ ഡേറ്റ് ആണ്. നിങ്ങളുടെ 23-24 ടാക്സ് ഇയറിൽ ഒരു ഡിസ്പോസൽ നടന്നാൽ ഡ്യൂ ഡേറ്റ്സുകൾ മാർക്ക് ചെയ്ത് വെച്ചോണം. ഞാൻ ഓൾറെഡി മറ്റതിന്റെ എല്ലാം തന്നിരിക്കുന്നതാണ്. അപ്പം ഇതും പ്രത്യേകം ശ്രദ്ധിച്ചോളുക. 31 ജാനുവരി 26 ആയിരിക്കും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുക. 23-24 ടാക്സ് ഇയറിൽ ഒരു ഡിസ്പോസൽ നടന്നാൽ 31 ജാനുവരി 26 മുൻപ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അത് ക്ലെയിം ചെയ്യണം. എങ്കിൽ മാത്രമേ BADR ലീഫ് എലിജിബിൾ ആയിരിക്കുള്ളൂ. ഇനി BADR നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പോകുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ അവരിടയ്ക്ക് പറയാറുണ്ട്, BADR ലീഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിലെ ഡയറക്ടർ ആയിരിക്കണം. അങ്ങനെ ഒരു റൂൾ ഇല്ല കേട്ടോ. എംപ്ലോയി ആകണം എന്നുള്ളതേ ഉള്ളൂ, അല്ല ഡയറക്ടർ ആയിരിക്കണം എന്നുള്ള റൂളൊന്നും ഇല്ല. നിങ്ങളുടെ മോക്ക് എക്സാം ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അവിടെ പറയുന്നത് ഓൾറെഡി നിങ്ങൾ അവിടെ ഡയറക്ടർ ആയിരിക്കണം എന്ന്. അങ്ങനെ ഒരു റൂൾ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഒരു എംപ്ലോയി ആയാൽ മതി. ദെൻ ഇൻവെസ്റ്റേഴ്സ് റിലീഫിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നോർമൽ കേസിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയി ആകാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ കേസിലും നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ, ന്യൂലി ഇഷ്യൂഡ് ഷെയർസ് 17 മാർച്ച് 16 ശേഷമായിരിക്കാം. ദെൻ നിങ്ങൾ ഒരു 3 ഇയർ എങ്കിലും നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. 6 ഏപ്രിൽ 2016 ശേഷം പർച്ചേസ് ചെയ്ത് 3 ഇയർ എങ്കിലും ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ആ കമ്പനിയിലെ എംപ്ലോയി ആകരുത്. അങ്ങനെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കറിയാം നോർമൽ കേസിലും 10 മില്യൺ വരെയുള്ള ഗെയിനിന് 10% ടാക്സ് സേവ് ചെയ്യാം എന്നുള്ള കാര്യവും ഓർത്തിരിക്കാം. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ CGT ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ കേസിൽ നമുക്കറിയാം BADR റിലീഫ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് റിലീഫ് ആണെങ്കിലും എലിജിബിൾ ആണെങ്കിൽ അതിന് 10% കൊടുത്താൽ മതി. അപ്പൊ പിന്നെ റിമൈനിങ് അസറ്റിന് ഏത് റേറ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. റിമൈനിങ് അസറ്റിന് നമ്മൾ ചെയ്യുമ്പോൾ ഏത് റേറ്റ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുന്നത് 37,700 മൈനസ് ടാക്സബിൾ ഇൻകം മൈനസ് ഒന്നെങ്കിൽ BADR അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് റിലീഫ്. ഏതായാലും ഇത് രണ്ടും ഡിഡക്ട് ചെയ്ത് ബാലൻസ് കിട്ടുന്നതിനെ 10% എലിജിബിൾ ഉള്ളൂ. ഓർക്കുക, ഇവിടെയൊക്കെ BADRന്റെ എമൗണ്ടോ ഇൻവെസ്റ്റേഴ്സ് റിലീഫിന്റെ എമൗണ്ടോ 37,700 എബോവ് ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട, നേരെ കൊണ്ടുപോയി ഹൈ റേറ്റ് കൊടുത്തോളുക. റോൾ ഓവർ റിലീഫ്, റോൾ ഓവർ റിലീഫിലും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. റോൾ ഓവർ റിലീഫില് അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കണ്ടീഷൻ ഓർത്തിരിക്കാം. മാം ആ സെന്റൻസ് ഒന്നും കൂടെ പറയൂ. ഏത് പോയിന്റാ? മറ്റേ BADR ഇപ്പം ഹൈ എമൗണ്ട് ആണെങ്കിൽ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിനക്ക് ക്വസ്റ്റ്യനിൽ ഒരു ട്രേഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ട്രേഡ് പ്രോഫിറ്റിന്റെ എമൗണ്ട് ഒരു 32,000. ദെൻ അതുപോലെ തന്നെ ഒരു BADRന് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒരു 40,000. ദെൻ നോൺ ക്വാളിഫയിങ് BADRന്റെ എമൗണ്ട് ഒരു 27,000 തന്നു. ഇത് ഓൾറെഡി വിചാരിക്കുക ചാർജബിൾ ഗെയിൻ ആണ്, ടാക്സബിൾ ഗെയിൻ അല്ല, ചാർജബിൾ ഗെയിൻ ആണ്. നിനക്കറിയാം നീ ഓൾറെഡി 27,000 നിന്നും AEA ഡിഡക്ട് ചെയ്യും, 6,000 ഡിഡക്ട് ചെയ്യും. അങ്ങനെ 21,000 നിങ്ങൾക്ക് ടാക്സബിൾ ഗെയിനും വന്നു. ഈ CGT ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി BADRന്റെ എമൗണ്ട് 40,000 അല്ലേ, അതായത് 37,700 എബോവ് ആണല്ലോ. അങ്ങനെ വന്നെങ്കിൽ പിന്നെ ഇവിടെ ടാക്സബിൾ ഇൻകം നമുക്കറിയാം, നമുക്ക് നോർമൽ കേസിൽ ഒരു ട്രേഡ് പ്രോഫിറ്റ് ഒക്കെ തന്നെങ്കിൽ നമുക്ക് ശരിക്കും ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷനാണ്.
ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മള് 37,700 മൈനസ് ടാക്സബിൾ ഇൻകം മൈനസ് BADRന്റെ എമൗണ്ട് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പ്രകാരമാണ് 40 വന്നു. അപ്പൊ 37,700 മൈനസ് 40 ചെയ്യുമ്പോൾ തന്നെ അറിയാം അവിടെ ഇനി എന്ത് കിട്ടത്തില്ല, ലോവർ റേറ്റ് വേറെ ഒന്നിനും കിട്ടില്ല എന്നറിയാം. അപ്പൊ പിന്നെ ടാക്സബിൾ ഇൻകം ഒന്നും കണ്ടുപിടിച്ച് സമയം കളയണ്ടാന്ന് നേരെ കൊണ്ടുപോയി ഈ നോൺ ക്വാളിഫൈ ഫോർ BADRന് ഹൈ റേറ്റ് കൊടുത്തു എന്ന്. കിട്ടിയോ? ഓക്കെ ഓക്കെ. റോൾ ഓവർ ലീഫിന്റെ ഓർത്തിരിക്കേണ്ടത് ബാക്കിലേക്ക് 12 മന്തിനുള്ളിലും ദെൻ ഫ്യൂച്ചറിലേക്ക് 36 മന്ത്സിനുള്ളിലും നമ്മൾ നോർമൽ കേസിൽ ക്ലെയിം ചെയ്യുന്ന ടൈം പീരീഡ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ദെൻ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകരുത്. ഇന്നൊരു അസറ്റ് സെയിൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഗെയിൻ റോൾ ചെയ്യാവുന്ന ടൈം പീരീഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിലേക്ക് 12 മന്തിനുള്ളിലോ ഫ്യൂച്ചറിലേക്ക് 36 മന്ത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് റോൾ ഓവർ ലീഫ് ക്ലെയിം ചെയ്യാവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 23-24 ടാക്സിൽ നടന്നിരിക്കുന്ന ഒരു ഡിസ്പോസൽ ആണെങ്കിൽ അതിന്റെ ഗെയിൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നത് ജനറലി പറഞ്ഞാൽ 5th April 28 ആണ്. ജനറലി പറഞ്ഞാൽ 5th April 28 ക്ലെയിം ചെയ്യാവുന്ന ടൈം പീരീഡ് എന്ന് പറയുക. പക്ഷെ നമുക്കറിയാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ലേറ്റർ ഓഫ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ലേറ്റർ ഓഫ് എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ ഒന്നും കൂടെ ഷോർട്ട് ആക്കുവാണ്. ഈ ലേറ്റർ ഓഫിനെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്. ഡിസ്പോസൽ ഓഫ് ഓൾഡ് അസറ്റ്, ലേറ്റർ ഓഫ് ഡിസ്പോസൽ അസറ്റ്, അതിന്റെ ടാക്സ് ഇയർ ഫ്രണ്ടിലേക്ക് 4 ഇയർ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ ന്യൂ അസറ്റ്, അതിന്റെ ടാക്സ് ഇയർ ഫ്രണ്ടിലേക്ക് 4 ഇയർ എന്നുള്ള രീതിയിലും ശ്രദ്ധിക്കാം. ആ ഒരു വേയിലായിരിക്കും നമ്മൾ നോർമൽ കേസിൽ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. കോർപ്പറേഷന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ടാക്സ് ഇയറിന് പകരം നമ്മൾ അവിടെ എന്ത് കയറി വരും? നമ്മുടെ അക്കൗണ്ടിങ് ഇയർന്ന് കയറി വരും, അക്കൗണ്ടിങ് പീരീഡ് എന്ന് കയറി വരും. കോർപ്പറേഷന്റെ കേസിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിങ് പീരീഡ് ഫ്രണ്ടിലേക്ക് 4 ഇയേഴ്സ്, രണ്ടും ടാക്സ് ഇയറിന് പകരം അക്കൗണ്ടിങ് ഇയറിനായിരിക്കും കയറി വരിക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ ഗൈഡിലെ ക്വസ്റ്റ്യൻ നമ്പർ 171 റെഫർ ചെയ്യുക. കപ്ലാൻ റിവിഷൻ ഗൈഡിലെ ക്വസ്റ്റ്യൻ നമ്പർ 171 അതിനെ റെഫർ ചെയ്യുക. നോൺ ബിസിനസ് അസറ്റ് നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഒരു ബിസിനസ് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതും നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേസ് അറിയാം. ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് മാത്രമേ ROR ലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നോൺ ബിസിനസ് പർപ്പസിനാണെങ്കിൽ ROR ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് നമുക്കറിയാം. ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കേസിൽ വിത്തിൻ 50 ഇയറിനുള്ളിൽ അല്ലെ അതിന്റെ എൻഡ് ആകുന്ന സിറ്റുവേഷൻ ആണ് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് പറയുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ സെക്കൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന അസറ്റ് ഒരു ഫിക്സഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആണെന്ന് പറയുകയോ അസറ്റിന്റെ ലൈഫ് ലെസ് ദാൻ 50 എന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ അതിൽ നിന്ന് മനസ്സിലാക്കുക ദാറ്റ് ഇസ് എ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് മനസ്സിലാക്കുക. ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണെങ്കിൽ നമുക്കറിയാം 3 ഇവന്റ്സ്: ഡിസ്പോസൽ ഓർ റീപ്ലേസ്മെന്റ് അസറ്റ്, depreciating asset ceases to be used for the purpose of trade, and 10 years from the date of acquisition. അതിലെ whichever is earlier എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കാം. Then PPR ലീഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതില് ഡൗട്ട്സുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻഡിവിജ്വല് അതിന്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ആക്ച്വൽ ഒക്യുപ്പേഷൻ എന്നുള്ള കണ്ടീഷനും നിങ്ങൾക്കറിയാം. ദെൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ്, ഒരു ഇൻഡിവിജ്വല് സെൽഫ് എംപ്ലോയി ആണെങ്കിൽ വർക്കിംഗ് എൽസ്വെയർ ഇൻ ദ UK എന്ന് പറഞ്ഞിട്ട് 4 ഇയേഴ്സ് പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ആള് എബ്രോഡ് പോയിരിക്കുന്ന ടൈം പീരീഡും UK തന്നെ വർക്ക് ചെയ്യുന്ന ടൈം പീരീഡും കൂടെ കൂടിയായിരിക്കും ടോട്ടൽ 4 ഇയർ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ഇൻഡിവിജ്വല് സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു UK വർക്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡും അതുപോലെ തന്നെ നിങ്ങൾ ഓവർസീസിൽ വർക്ക് ചെയ്യുന്ന ടൈം പീരീഡും കൂടെ കൂടിയായിരിക്കും നമുക്ക് നോർമൽ കേസിൽ എന്ത് വരിക, നമ്മൾ 4 ഇയർ കൗണ്ട് ചെയ്യാം. നിങ്ങളുടെ
PPP റിവിഷൻ മാം ഒരു കിറ്റിന് ഡൗട്ട്. ഈ ലാസ്റ്റ് 9 മന്ത് വരുമ്പോഴേ, അതായത് ഇപ്പൊ ലാസ്റ്റ് ആക്ച്വൽ ഒക്യുപ്പേഷനോ വന്നേന്ന് വിചാരിക്കും, 1 ഇയർ 12 മന്ത്. അപ്പം ഓക്യുപ്പേഷൻ ആണ് പിന്നെ ലാസ്റ്റ് 9 മന്തിന്റെ ആവശ്യമില്ല നമുക്ക്. ഇല്ലേ? ഇല്ല. ഈ ആക്ച്വൽ അപ്പൊ ഒരു ഒക്യുപ്പേഷൻ ഇല്ലെങ്കിലത്തെ ഒരു റിലാക്സേഷൻ ആണ് ഈ ലാസ്റ്റ് 9 മന്ത് എന്ന് പറയും. അപ്പൊ അത് ഇപ്പൊ ഒരു ലാസ്റ്റ് ലിവ്ഡ് വിത്ത് സിസ്റ്റർ ആന്ന് വന്നേന്ന് വിചാരിക്കുക. അപ്പം ലീവ് അപ്പൊ എന്ത് ചെയ്യണം? ആണെങ്കിൽ 9 മന്ത് എക്സംപ്റ്റ് ചെയ്യും. അതായത് 9 മന്ത് നമ്മൾ സെപ്പറേറ്റ് എഴുതണം എക്സംപ്റ്റിലോട്ട്, ലാസ്റ്റ് 9 അങ്ങനെയാണ്? മന്ത് റിമൈനിങ് ചാർജബിൾ ആയി പോകും. ഓക്കെ. ലാസ്റ്റ് 9 മന്ത് ആരുടെ കൂടെ താമസിച്ചാൽ എക്സംപ്റ്റ് ആണ്? ആരുടെ ആയാലും എക്സംപ്റ്റ് ലാസ്റ്റ് 9 മന്ത്. അല്ല, മെയിൻ റെസിഡൻസ് ഉണ്ടെങ്കിലും സിസ്റ്ററിന്റെ കൂടെ താമസിക്കുന്ന പറഞ്ഞാലും എക്സംപ്റ്റ് ആണല്ലേ? അതെ, ഓക്കെ. എപ്പോഴും അതെ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ കപ്ലാനില് 158 ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ആണ് അവസാനം വന്നേക്കുന്നത്, പക്ഷെ ലാസ്റ്റ് 9 മന്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 158 അത് ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ കാണിച്ചെന്നുള്ള അവർ ഓൾറെഡി എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ ഒക്യുപ്പേഷൻ നിങ്ങൾ എക്സംപ്റ്റ് ചെയ്തേക്കണം അതില്. ഇതാണോ? അതെ. Total qualifying month of occupation of PPR. Okay. 31st March, Agnes sold a house which had bought in 31st March 2010. Agnes occupied the house as his main residence until 2015 when he left for employment abroad. Purchase ചെയ്തത് 2010 so 2010 മാർച്ചിലാണ് കറക്റ്റ്. 10 to 11, 11 to 12, 12 to 13, 13 to 14, 14 to 15, 5 years ആണ്. 5 into 12, 60 month actual occupation. Then employment വേണ്ടി abroad പോയി. Agnes returned to the UK 1st April 2017 and lived the house until 31st March 2018. So 15 പോയിട്ട് 15 to 16, 16 to 17 അവിടെ 24 already abroad ആണ്. Then വീണ്ടും lived in the house 31st March 1st April 2017 to 31st March 18, 12 actual occupation. When he bought a flat in neighboring town and made his as private residence. When 31st March 18, then when he bought a flat in neighboring town and made പിന്നെ അവിടെയല്ലേ നടത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ കിട്ടി 31 ഡിസ്പോസൽ വരെ അവിടെ ഫ്രീ മറ്റേ ആയിരിക്കും, അതുകൊണ്ടല്ലേ? റെസിഡൻസിലല്ലേ? ഓക്കെ മനസ്സിലായി. Question number 7. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിലെ 504 question number 7. റൊണാൾഡ് ഈസ് സെൽഫ് എംപ്ലോയിഡ്. ഈ വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്. റൊണാൾഡ് ഈസ് സെൽഫ് എംപ്ലോയിഡ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, എംപ്ലോയി ഓർ സെൽഫ് എംപ്ലോയി എന്നുള്ളത്. He purchased a house and lived it for 2 years. That means 2-year actual occupation. And the house was then unoccupied for 5 years because Ronald went to work outside the UK. UK-യിൽ വർക്കിന് വേണ്ടി പോയി. ബട്ട് ഓർക്ക് അപ്പോഴും വർക്കിന് വേണ്ടി പോയി എന്ന് പറഞ്ഞാലും ആളെ സെൽഫ് എംപ്ലോയി ആണ്. അതുകൊണ്ട് UK-യിൽ വർക്ക് ചെയ്തതും ഓവർസീസിൽ പോകുന്നതും എല്ലാം കൂടി 4 years പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആ 1 year എന്താക്കാം, ഫോർ എനി റീസൺ വെച്ച് എക്സംപ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 4 years എക്സംപ്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. He then lived in the house for 3 years. So that means actual occupation. Ronald then went to live with his mother and the house was unoccupied for 6.5 years. So 6 year and 6 month already മദറിനോട് occupy ചെയ്തു. So നമുക്കറിയാം for any reason വെച്ച് 3 years exempt ചെയ്തു. So 3 and 6 month, 3 years and 6 month already അവിടെയും ചാർജബിളിലേക്ക് ഇട്ടു. Finally, Ronald lived in the house for last 6 months of ownership. 6 month already അവിടെ വീട്ടിൽ വീണ്ടും താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് 9 month എടുക്കാം. അതുകൊണ്ട് ഈ 3 മന്തിനെ ഈ 6 month ചാർജബിളിൽ നിന്ന് ഞാനൊരു 3 month കൂടെ ഇങ്ങോട്ട് ചാർജബിൾ ആക്കി. ഇത് 9 month ആണ്. ഇത് ഇയറുകളാണ് തന്നിരിക്കുന്നത്. സോ 6 for 10, 12.
സോ 12 ഇയർ എന്ന് പറയുമ്പോൾ 12 into 12 144 144ന്റെ കൂടെ 9 മന്തും കൂടെ, അങ്ങനെ 153 മന്ത് ആണ് ടോട്ടലി എക്സംപ്റ്റ് ചെയ്യാവുന്ന ടൈം പീരീഡ് എന്ന് പറയും. മാം ഈ ആക്ച്വൽ ഓക്കുപേഷൻ മുമ്പും ശേഷം ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇതെല്ലാം ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്? അതെ അതെ അതെ. നമ്മളൊരു ഹൗസ് ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ PPR ലീഫ് എലിജിബിൾ അല്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ലെറ്റിംഗ് റിലീഫിന്റെ കേസിലേക്ക് വരുമ്പോൾ ലെറ്റിംഗ് റിലീഫ് നമ്മൾ നോർമൽ കേസിൽ ലോവസ്റ്റ് ഓഫ് ലെറ്റിംഗ് റിലീഫിന്റെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓവർസീസിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മെയിൻ റെസിഡൻസ് ലെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലെറ്റിംഗ് റിലീഫ് കിട്ടില്ല. നിങ്ങൾ അവിടെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഒരു പാർട്ട് ലെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് റിലീഫ് എലിജിബിൾ ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലെറ്റിംഗ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്കറിയാം ലോവർ ഓഫ് 40,000 ഓർ ദ എമൗണ്ട് ഓഫ് ദ PPR ലീഫ് or the gain still attributable. അതില് നമുക്കറിയാം gain divided by total ownership period into letting period or chargeable month whichever is lower എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഗിഫ്റ്റ് റിലീഫിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗിഫ്റ്റ് റിലീഫ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ക്വാളിഫൈങ് ബിസിനസ് അസറ്റും നോൺ ക്വാളിഫൈങ് ബിസിനസ് അസറ്റ്സിന്റെയും പോയിന്റ് ഓഫ് വ്യൂലാണ് ഗിഫ്റ്റ് റിലീഫ് കിട്ടുക. ഗിഫ്റ്റ് റിലീഫ് എന്ന് പറയുന്നത് അതിലെ ക്വാളിഫൈങ് അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ട്രേഡിംഗ് ബിസിനസ് ഓർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുക. ദെൻ അതുപോലെ തന്നെ ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് ഷെയർ അൺകോട്ടഡ് ഷെയർ ആണോ കോട്ടഡ് ഷെയർ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയായിരിക്കാം അൺകോട്ടഡ് ഓർ കോട്ടഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക? ക്വസ്റ്റിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിമിന്റെ എൻഡിൽ LTD എന്ന് പറഞ്ഞാൽ അത് അൺകോട്ടഡ് ആണ്. PLC എന്ന് പറഞ്ഞാൽ കോട്ടഡും എന്നാണ് മീനിങ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോട്ടഡ് ഷെയറിനാണ് ഗിഫ്റ്റ് റിലീഫ് കിട്ടണമെങ്കിൽ ആ കോട്ടഡ് ഷെയർ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനി ആയിരിക്കും, അതായത് മോർ ദാൻ 5% ഹോൾഡിംഗ് വേണം എന്ന് കമ്പൽസറി ഉണ്ട്. ബട്ട് അതേസമയം അൺകോട്ടഡ് ഷെയർ ആണെങ്കിൽ അവിടെ മോർ ദാൻ 5% വേണം എന്ന് കമ്പൽസറി ഇല്ല ഗിഫ്റ്റ് റിലീഫ് കിട്ടാൻ. പ്രത്യേകം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, കോട്ടഡ് ഷെയർ ആണെങ്കിൽ മോർ ദാൻ 5% ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് റിലീഫ് കിട്ടുള്ളൂ. അൺകോട്ടഡ് ഷെയർ ആണെങ്കിൽ മോർ ദാൻ 5% വേണം എന്ന് കമ്പൽസറി ഇല്ല. ഇനി കോട്ടഡ് ആയാലും അൺകോട്ടഡ് ആയാലും മോർ ദാൻ 5% ഉണ്ടെങ്കിൽ അത് നമ്മൾ നോർമൽ കേസിൽ ഏത് രീതിയിലായിരിക്കും പോവുക? അത് നിങ്ങളുടെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയായി മാറും. ഇനി ഇങ്ങനെ ഒരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിലെ ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിൽ കുറച്ച് ഷെയർ ഉണ്ട്, ആ ഒരു ഷെയർ നിങ്ങൾ ഓൾറെഡി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ ആ കമ്പനിയിലെ നിങ്ങളുടെ പേഴ്സണൽ ട്രേഡിംഗ് കമ്പനിയിലെ ഷെയറുകൾ അവർ ബിസിനസ് പർപ്പസിന് വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത്, നോൺ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് പർപ്പസ് നിങ്ങളുടെ ഏത് കമ്പനിയിലെ ഷെയർ ആണോ ആ കമ്പനി അവർ അസറ്റ്സുകളെല്ലാം ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ മാത്രമേ ഗിഫ്റ്റ് റിലീഫ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്കറിയാം സെയിൽസ് പ്രൊസീസ് മൈനസ് കോസ്റ്റ് ഗെയിൻ നോർമൽ കേസിൽ നമ്മൾ ഫുള്ളി ഗിഫ്റ്റ് റിലീഫ് എന്ന് പറയും. ബട്ട് എങ്കിലും നിങ്ങളുടെ ചാർജബിൾ ബിസിനസ് അസറ്റ്സ് ഡിവൈഡ് ബൈ ചാർജബിൾ അസറ്റ്സിന്റെ പ്രൊപ്പോർഷനെ നിങ്ങൾക്ക് എന്ത് എലിജിബിൾ ആയിരിക്കുള്ളൂ? ഗിഫ്റ്റ് റിലീഫ് എലിജിബിൾ ആവുള്ളൂ. ദെൻ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ BPP റിവിഷൻ കീറ്റിലെ ജെറോം എന്ന് പറഞ്ഞ ഒരു സിനാരിയോ, BPP റിവിഷൻ കീറ്റിലെ ജെറോം എന്ന് പറഞ്ഞ ഒരു സിനാരിയോ, ഈ ഒരു സിനാരിയോയിലെ ഈ ഒരു പാർട്ട് മാത്രം നോട്ട് നമ്പർ 2 മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. On 24th June